ഈശ്വരന്റെ അംശമല്ലേ ജീവാത്മാവ്? ഉം. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഞാൻ അഭയമാതാജി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒരുപാടുണ്ട്. അപ്പൊ അതില് ഒരു കാര്യം, ഭഗവത്ഗീതയുടെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒന്നാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത് ഒന്ന്. പിന്നെ അടുത്തത്, നമ്മളും ആരാണ് ഈശ്വരൻ. നമ്മൾ ഒരുപാട് ഉം. ദേവീദേവന്മാരെയൊക്കെ വർഷിപ്പ് ചെയ്തു പോകുന്നു. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു ആരാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഭഗവാൻ എന്ന പദത്തിന് യോഗ്യതയുള്ള വ്യക്തി ആരാണെന്ന് മനസ്സിലാകുന്നു. പിന്നെ അദ്ദേഹവും നമ്മളും തമ്മിലുള്ള ബന്ധം, ജീവയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ എന്താണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ഈശ്വര പിന്നെ ജീവ ഇത് പറഞ്ഞു. പിന്നെ പിന്നെ അടുത്തത് കാലം. ഈശ്വരൻ, പിന്നെ അടുത്തത് എന്താണ്, കാലം, കാലം, കർമ്മം. ടൈമിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ ജീവിതത്തിൽ ടൈമിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അടുത്ത് എന്താണ്, കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മം. പ്രവൃത്തി, നമ്മൾ എങ്ങനത്തെ പ്രവൃത്തി ചെയ്യണം, എങ്ങനത്തെ രീതിയിലുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യണം ആ, എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യണം എന്ന് നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്യാറുണ്ട്. അപ്പൊ കർമ്മം. പിന്നെ അടുത്ത് എന്താണ്, കാലം, കർമ്മം, പിന്നെ പ്രകൃതി. പ്രകൃതി അല്ലേ. ഭഗവാന്റെ അതെ, ഭൗതിക പ്രകൃതിയുണ്ട്, അന്തരംഗ പ്രകൃതിയുണ്ട് അല്ലേ. അങ്ങനെ ആ അതെ. ഭൗതിക പ്രകൃതി എന്താണ്, അതിൽ ഭഗവാന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്. പിന്നെ അടുത്തത്, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ആർക്കും കുച്ചുവലം കിടാൻ പറ്റത്തില്ലല്ലോ. അത് അതിൻ്റെതായ ഇല്ല. രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ പ്രകൃതി പ്രകൃതി, ത്രിഗുണങ്ങളിൽ പെട്ടതല്ലേ? ത്രിഗുണങ്ങളാ ത്രിഗുണങ്ങളാണ് പ്രകൃതിയിലല്ലേ പ്രകൃതിയുടെ ഉള്ളത്. ഏറ്റവും വലിയ സ്വഭാവവിശേഷങ്ങൾ. ഭൗതിക ഉം. പ്രകൃതിയുടെ പ്രധാന സവിശേഷത ഈ ത്രിഗുണങ്ങളാണ്. അപ്പൊ ഉം. ഈ ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയും തമ്മിൽ എന്താണ്, നമുക്ക് എന്താണ് പറയുക, ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഉം. അപ്പൊ പിന്നെ അന്തരംഗ പ്രകൃതി എന്താണ്, അത് ഭഗവാന്റെ യോഗമായ എന്ന് നമ്മൾ കണ്ട്, ഉം. നമ്മൾ രാധാറാണി എന്ന് രാധാറാണി. വിശേഷിപ്പിക്കുന്ന ആ ശക്തി. അപ്പൊ ഉം. അങ്ങനെ ഈ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്, സർവധർമാൻ പരിത്യജ്യ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് അല്ലേ. എന്താണ് പ്രസാദം. ആഹാരസാധനങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, നമ്മള് മച്ചിത്ത മത്കഥ പ്രാണ എന്ന് പറഞ്ഞൊരു ഒരു ശ്ലോകമുണ്ട്. പിന്നെ വേറെ എന്താണ്, മന്മന ഉം. ഭവമത് ഭക്തു. നമ്മൾ എന്താണ് ഉം. ചെയ്യേണ്ടത്, ഉം. എൻ്റെ ഭക്തനാകുക, എന്നെ അർച്ചിക്കുക, എന്നെ ആരാധന ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമുണ്ട്. ചക്രവർത്തി ശ്ലോകം. ചക്രവർത്തി ചക്രവർത്തി ശ്ലോകമുണ്ട്. ശ്ലോകങ്ങൾ അല്ലേ? ആ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിലെ കണ്ടന്റ് ഉണ്ട്. പിന്നെ അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന ഉം. ശ്ലോകം. അതായത് നമ്മളുടെ ശരണാഗതി. ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നെല്ലാം അകപ്പെട്ട് നമ്മൾ എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കുക. മറ്റൊരു എന്താണ് കാര്യസാധ്യമോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. ഈ ദ്വന്ദ്വങ്ങള് ബാക്കി എല്ലാം വെടിഞ്ഞിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അത് പിന്നെ ഉം. എന്താണ്, ആം, യോഗക്ഷേമം വഹാമിഹം എന്ന് പറഞ്ഞുണ്ടല്ലോ അല്ലെ. അനന്യാസ് ചിന്തേന്തമം, ആ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ട്. പിന്നെ നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടിയില്ല എന്നുള്ളത്. ഉം. പിന്നെ അടുത്തത് നമേ ഭക്ത, പിന്നെ എന്താണ്, യോഗക്ഷേമം വഹാമിഹം അനന്യാസ് ചിന്തയന്തോ മാം യേജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനം യേശാൻ യോഗക്ഷേമം നിത്യാഭിയുക്താനം വഹാമിഹം. യോഗക്ഷേമം. അതായത് എന്റെ എന്നെ നിത്യവും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭജിച്ചുകൊണ്ടിരിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് യോഗക്ഷേമം, അവർക്കുള്ളതെല്ലാം നിലനിർത്തും, ഇല്ലാത്തതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്താണ് ഉം. പറഞ്ഞിരിക്കുന്നത്, അനന്യാസ് ചിന്ത, മറ്റൊരു ചിന്തയും ഇല്ലാതെ, വിചാരവും ഇല്ലാതെ എന്നെ മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭജിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടൊരു സമ്മറി മാതാജി ഉണ്ടാക്കിയാൽ മതി. ഇതിൽ നിന്ന് ഉം. പറഞ്ഞ കാതലായിട്ടുള്ള അതിനൊന്നും നേരമില്ല. എല്ലാരും നോക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിരിക്കും. നാളെയാ ക്ലാസ് ഭക്തിശാസ്ത്രിയിൽ. ആരാ, ഉദാരകീർത്തി പ്രഭുവാണോ? അല്ലല്ല, പിന്നെ സർവപാലക രാമദാസ്. അതെയോ. വെളിയിലുള്ള വെളിയില. അപ്പം നമ്മള് കണ്ടത് ശ്രീമദ് ഭാഗവതം ആ, ഒന്നാമത്തെ കാണ്ഡോ, രണ്ടാമത്തെ അധ്യായം, ശ്ലോകം 8, 9, 10 ഗുരുപ്രഭു എടുത്തത്. അപ്പം നമുക്ക് ഗുരുപ്രഭു എടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് പോകാം.
അപ്പൊ അത് ആ 3 ശ്ലോകങ്ങൾ 8, 9, 10 വിവർത്തനം മാത്രം ഓരോരുത്തരായിട്ടൊന്ന് വായിക്കാം. 8-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഞാൻ അമ്പിയ മാതാജി. വായിക്കാനോ? വായിക്കല്ലോ. ഞാൻ അമ്പിയ മാതാജി വായിക്കാൻ ഞാൻ പറഞ്ഞു, കേട്ടില്ലായിരുന്നോ? ഇല്ല, കേട്ടില്ല. ഉം. ഇപ്പൊ കേട്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ ധർമ്മസ്യ ഖ്യാപിവർഗസ്യ അല്ല, വിവർത്തനം ജ്ഞാതോ മാത്രം മതി മാതാജി. എന്താ അനർത്ഥോ കേൾക്കാൻ? അനർത്ഥോ. വിവർത്തനം മാത്രം മതി, നമുക്ക് സമയക്കുറവുണ്ട്. ഇത്ര സമയം പോയത്. വിവർത്തനം മാത്രം മതി. ഉം. വിവർത്തനം. അഖില ധർമ്മങ്ങളും അഖില ധർമ്മ കർമ്മങ്ങളും നിശ്ചയമായും പരമമുക്തിയെ മാതാജി ഉദ്ദേശിച്ചുള്ളതാകുന്നു. എവിടെയാ വായിക്കുന്നത്? എന്തോ 8-ാമത്തേന്റെ ആണോ? 8 8 അല്ല 9 പ്രഭു. 9. ഇത് 9. 8-ാമത്തെ വായിക്കാം. ഞാൻ വേറെ ആൾക്ക് 8. കൊടുക്കാം, മാതാജിക്ക് താമസം. അല്ല, ഇപ്പൊ വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷന്റെ സന്ദേശങ്ങളെ കുറിച്ചുള്ള ഉചിതമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കാത്തവയാണ് ആണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ധർമാനുസൃതമായ കർമ്മങ്ങള് എങ്കിൽ അവയൊക്കെ വെറും ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാകുന്നു. അതല്ലേ? മനസ്സിലായില്ല? നമ്മള് ഇപ്പൊ മാതാജിയോട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ കണ്ടത്, അല്ലേ? ഭഗവാന്റെ സന്ദേശങ്ങളെ ഉചിതമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കാത്തവയാണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ധർമാശ്രിതമായ കർമ്മങ്ങളെങ്കിൽ അവയ്ക്കും വെറും ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ അന്വേഷണങ്ങളെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അത് തന്നെ നമ്മൾ നമ്മൾ അനുസരിക്കണം. ഭഗവാൻ അതല്ലേ? എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേപടി നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതാണോ ചെയ്യുന്നത്? ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ഇച്ഛയല്ലേ? നമ്മളാണ് പ്രൊപ്പറേറ്റർ, അതെ, നമ്മളാണ് എല്ലാത്തിനും കർത്താവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അതെ, നമ്മൾ അതെ. ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഫലപ്രാപ്തി ഇല്ലാത്തത്. നമ്മൾ സറണ്ടറിന് നമ്മൾ തയ്യാറാകത്തില്ല, നമ്മൾ വലിയ പുള്ളിയാണെന്നുള്ള ആ ഒരു ഭാവം. പ്രഭുവിന്റെ ഉം. ശബ്ദം ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഫുള്ള് ക്ലിയർ ആയിട്ടില്ല. കുറച്ചെങ്ങാനും പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മാതാജി ഞാൻ ആകെപ്പാടെ ഇതായിട്ടുള്ളത്. ഇനി അടുത്തത് 9-ാമത്തെ ശ്ലോകം വിവർത്തനം മാത്രമായിട്ട് വായിക്കുക. ഹരകൃഷ്ണകുമാരി മാതാജി. പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്ന് അഖില 11, 12, ധർമ്മ 13 പറയുന്നത് പ്രഭു? ഹരേ കൃഷ്ണ. ഞാൻ അതിനോട് റിവിഷൻ എടുക്കണം മാതാജി. ഗുരുപ്രഭു കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതിന്റെ റിവിഷൻ ഇന്ന് ഗുരുപ്രഭു എടുക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം, പക്ഷെ മെസ്സേജ് കണ്ടില്ല. അങ്ങനെ ഇന്നാണ് എനിക്ക് റിപ്ലൈ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കേണ്ടി വന്നത്. ശരി. എനിക്ക് വോയിസ് ഹരേ ശരിയായി കൃഷ്ണ. വരുന്നതേ ഉള്ളൂ. പക്ഷെ അറിയില്ല. മാതാജി നാട്ടിൽ നിന്ന് എന്നാ എത്തിയേ? ഞാൻ 2 ആഴ്ചയായി പ്രഭു എത്തിയിട്ട്. മാതാജി ചാൻഡിങ്ങിലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ രാവിലെ വരാറില്ല ഇപ്പൊ, കുറച്ച് നാളായിട്ട് വെളുപ്പിനെ വരാറില്ല ഇപ്പൊ. അതല്ല നമ്മുടെ വേൾഡ് ഇപ്പൊ ചാൻഡിങ്ങിന് കയറിയായിരുന്നു, ഇപ്പൊ കയറിയായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ലീവ് ചെയ്തിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. ഞാൻ കയറിയായിരുന്നു, ഞാൻ ചാൻഡ് ചെയ്തു, എന്നിട്ട് ഇപ്പൊ ലീവ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയതാ. പ്രഭുവിന്റെ അതല്ല, ക്ലാസ്സിൽ. വേൾഡ് ഹോളി നെയിം വീക്കാണ് ഈ ഒരാഴ്ച. ഇന്ന് തൊട്ടാ തുടങ്ങുന്നത്. അപ്പൊ അതെ, നിങ്ങൾ അറിയാം അറിയാം പ്രഭു. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പ്രേമവൃന്ദാവനത്തിലുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ മെസ്സേജ് ഇടാനായിട്ട് ഇന്ന് എനിക്ക് പറ്റിയില്ല, ഓഫീസിൽ വെച്ചിട്ട് മറന്നുപോയി. പലതവണ ആലോചിച്ചു, സമയം കിട്ടിയില്ല. ഇന്ന് തൊട്ട് അടുത്ത ചൊവ്വാഴ്ച വരെ വേൾഡ് ഹോളി നെയിം വീക്ക് എന്ന് പറയും. അതായത് ശ്രീല പ്രഭുപാദര് ബോസ്റ്റണിൽ, അമേരിക്കയിലെ ബോസ്റ്റണിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ഇതിനെ നമ്മൾ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകം മുഴുവനും ഹരിനാമം ജപിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഹരിനാമം ജപിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പം നിങ്ങൾ അതിൽ പങ്കെടുക്കണം. നമ്മൾ റെഗുലറായിട്ട് ജപിക്കുന്ന 16 റൗണ്ട് കൂടാതെ എക്സ്ട്രാ ജപിക്കണം. അതിങ്ങനെ ചാൻഡിങ്ങിന്റെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്കോറാണ്. ഗ്രൂപ്പിൽ സൂമിൽ കൂടെയുള്ള, ഫിസിക്കലായിട്ടാണെങ്കിൽ അതിലും കൂടുതൽ സ്കോറാണ്. പിന്നെ അതും ബ്രഹ്മമുഹൂർത്തത്തിൽ തൊട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ സ്കോർ. പിന്നെ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ അത്രയില്ല. അതും സൂമിലും ഫിസിക്കലിലും പിന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിനും വെവ്വേറെ സ്കോർ. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിന് സ്കോർ കുറവാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ആ മധുപ്രഭു ഇങ്ങനെ ഗ്രൂപ്പ് ചാൻഡിങ്ങിനൊക്കെ ഇടാറുണ്ട്. അപ്പം അതിലൊക്കെ പറ്റുന്നവർ കയറണം. ഈ 7 ദിവസം നിങ്ങൾ എക്സ്ട്രാ റൗണ്ട് ചെയ്യണം. എക്സ്ട്രാ റൗണ്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഴിപാടിനായിട്ട് ചെയ്യുന്നതാകരുത്. നമ്മളുടെ ചാൻഡിങ് മുന്നോട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ടും നാമരുചി കിട്ടാനും അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല എക്സ്ട്രാ ഇത് ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ, ഈ ഹരിനാമത്തിനെ കടൽ കടത്തി അമേരിക്കയിൽ എത്തിച്ചു അല്ലേ. അമേരിക്കയിൽ ശ്രീമദ് ഭാഗവത് എത്തിച്ചു, ഭഗവത്ഗീത എത്തിച്ചു, ചൈതന്യ മഹാപ്രഭു എത്തി, രാധാറാണി എത്തി, ഭഗവാൻ എത്തി. ഇവരെല്ലാം അവിടെ എത്തിയിട്ട് അവിടുന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം തരികയാണ് ചെയ്തത് അല്ലേ. കാര്യം ഇവിടെയുള്ള ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ, മനസ്സിലാക്കുമോ, അംഗീകരിക്കുമോ? അപ്പോൾ വിദേശികൾ പറഞ്ഞത് കൊണ്ട്, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത സംഭവം ആയതുകൊണ്ട് നമ്മളൊക്കെ അംഗീകരിച്ചു. ഹരിനാമത്തെ അംഗീകരിച്ചു, ഭഗവത്ഗീത അംഗീകരിച്ചു, ഭാഗവത്തെ അംഗീകരിച്ചു, കൃഷ്ണനെയും രാധാറാണിയെ ഒക്കെ നമ്മൾ എന്താണ്, ഏത് രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ ഇപ്പോഴും കാണുന്ന കേരളത്തിലുള്ള സാഹിത്യകാരൊക്കെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അല്ലേ. പക്ഷെ എന്താണ് രാധാതത്വം എന്നൊക്കെ ശ്രീല പ്രഭുപാദർ അവിടെ നിന്ന് വിദേശികളെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം, നമ്മളെല്ലാം ലോകം മുഴുവനും രഥയാത്ര അല്ലേ, ജഗന്നാഥപുരിയിലായിട്ട് ഒരുങ്ങിയിരിക്കുന്ന രഥയാത്ര ലോകം മുഴുവൻ അദ്ദേഹം നടത്തിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് ഈ 7 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചാന്റ് ചെയ്യും. അതായത് സദാഹരി എന്നാണ് പറയുന്നത്. ആ, അതുകൊണ്ട് മറ്റുള്ള കുറ്റം പറച്ചിലും അതും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 7 ദിവസം എങ്കിലും പരമാവധി എന്താണ് ഭഗവാന്റെ ആ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക, നാമം ജപിക്കുക. നാമം ജപിക്കുന്നതിന്റെ റൗണ്ട്സ് എഴുതിയിടുക. ഓക്കെ. അപ്പം ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞുമില്ല. അല്ലെങ്കിൽ ഞാൻ അതിന്റെ സ്കോർ ചോദിക്കാമായിരുന്നു, അതിന് സംവിധാനം ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ കയറുവാണെന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമുണ്ട്, ഞങ്ങളുടെ ആ ലിങ്കിൽ തന്നെ കയറുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സമയം മാത്രം മാച്ചാകത്തില്ല. 2.5 മണിക്കൂർ ദേ ഇവിടെ പുറകിലാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ 9ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ആരാ വായിക്കാന്ന് പറഞ്ഞ്? കൃഷ്ണകുമാരി മാതാജി. വായിക്കാം പ്രഭു. മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. അഖില ധർമ്മ കർമ്മങ്ങളും നിശ്ചയമായും പരമമുക്തിയെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഭൗതിക നേട്ടങ്ങൾക്കായി അവ ഒരിക്കലും അനുഷ്ഠിക്കരുതെന്ന് മാത്രമല്ല, ഋഷിശ്രേഷ്ഠന്മാരുടെ മതം അനുസരിച്ച് പരമധർമ്മ നിരതനായ ഒരുവൻ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളെ ഇന്ദ്രിയ സംതൃപ്തിക്കായി ഉപയോഗിക്കരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ സൂത ഗോസ്വാമി പറയുന്ന മറുപടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭൗതികമായിട്ടുള്ള ഒരു നേട്ടങ്ങളെയും നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് ഉപയോഗിക്കരുത്. ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഭൗതികമായ നേട്ടം ഉണ്ടായാലും അതെല്ലാം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നമ്മളുടെ അഹങ്കാരമാകും. പിന്നെ എന്താണ്, കർമ്മം ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അടുത്തത് ശ്ലോകം 10, അതിന്റെ വിവർത്തനം ശശികല മാതാജി. ഹരേ കൃഷ്ണ. ജീവിത അഭിലാഷങ്ങളെ ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തിയിലേക്ക് തിരിച്ചുവിടരുത്. ശാരീരിക സൗഖ്യത്തിനുപരിയായി മറ്റൊന്നും തന്നെ ആഗ്രഹിക്കരുത്. കാരണം മനുഷ്യജന്മം നിരപേക്ഷ തത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. നമ്മുടെ പ്രവർത്തന ലക്ഷ്യം മറ്റൊന്നും തന്നെ ആവരുത്. നമ്മുടെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ആ നിരപേക്ഷ തത്വം, അതായത് എന്താണ്, അൺകണ്ടീഷണൽ ആണല്ലേ. ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടീഷനോ അങ്ങനെ ഒന്നും ഒരിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളുടെ ആ ഒരു ലവ് ടു ഗോഡ് എന്ന് പറയുന്നത് എന്താണ്, അൺകണ്ടീഷണൽ. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടാകരുത്. അപ്പൊ ആ നിരപേക്ഷ തത്വം അല്ലെങ്കിൽ ആ സത്യം എന്ന് പറയുന്നത് ഭഗവാനാണ് അല്ലേ. അപ്പം നമ്മള് ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡോ കണ്ടീഷനോ ഒന്നും വെച്ചിട്ട് ആകരുത്. അപ്പൊ അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ ജന്മം തന്നെ, നമ്മളുടെ ജന്മം തന്നെ എന്താണ്, ഈ സത്യം അന്വേഷിക്കലാണ്. നമ്മൾ എത്രയോ യോനികളിൽ കൂടെ കടന്നു വന്നിട്ട് നമുക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നത്? ഇനിയെങ്കിലും ഭഗവാന്റെ മെർസി കൊണ്ടാണ് അല്ലേ. നമ്മളുടെ കർമ്മഫലം തീർന്നിട്ടൊന്നുമല്ല, കർമ്മഫലങ്ങൾ വീണ്ടും ബാക്കിയുള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ കാണുന്ന ചുറ്റോടിയിട്ട് നമ്മൾ കാണുന്ന ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഭഗവാൻ മെർസി കൊണ്ടാണ് മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് എലിവേറ്റ് ചെയ്യാൻ പോകും, ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നാമം ജപിക്കാനും ഭഗവാന്റെ കീർത്തനങ്ങള് ഭഗവാനെ എന്താ ഗ്ലോറിഫൈ ചെയ്യാനൊക്കെ ഈ ഒരു മനുഷ്യജന്മത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം വായിക്കാം. അത് സതി മാതാജി. ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യുന്നില്ല, വോയിസ് എൻ്റെ ശബ്ദം ആയതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ശ്ലോകം വായിക്കുക. സതി മാതാജി ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കാം.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 2 ശ്ലോകം 11. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അർത്ഥം വിവർത്തനം വായിക്കണ്ടേ പ്രഭു? അല്ല മാതാജി, അത് ഒരു 3 പ്രാവശ്യം വായിച്ചു ആ ശ്ലോകം തന്നെ. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപത തർജ്ജമ മാതാജി തന്നെ വായിച്ചോളൂ. വദന്തി അവർ പ്രസ്താവിക്കുന്നു, തൽ അത് തത്വവിദ വിജ്ഞാനിയായ ആത്മാക്കൾ, തത്വം നിരപേക്ഷ സത്യം, യൽ ഏത് ജ്ഞാനം ജ്ഞാനം, അദ്വയം അദ്വൈതം, ബ്രഹ്മ ഇതി ബ്രഹ്മൻ എന്നറിയപ്പെടുന്നു, ഭഗവാൻ ഇതി ഭഗവാൻ എന്നറിയപ്പെടുന്നു, ശബ്ദത്തെ ധ്വനിപ്പിക്കുന്നു. വിവർത്തനം ബൈ ശില പ്രഭുപാദ്. ജയ് ശില പ്രഭുപാദ്. നിരപേക്ഷ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈശ്വരൻ ആരാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന കണ്ടീഷൻ എന്താണ്, നമ്മൾ ആരെയാണ് ശരിക്കും തൃപ്തിപ്പെടുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങളെ അല്ല, നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്. നമ്മൾ ശരിക്കും ആരുടെ ദാസനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ സൂതഗോസ്വാമി പറയുവാണ്. അപ്പൊ നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ആ പരമസത്യം. അപ്പം ഈ ഞാൻ ഗ്രഹിച്ച് ജ്ഞാനിയായ, അത് മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള അതീന്ദ്രിയവാദികൾ, അതായത് നമുക്ക് കുറച്ചെങ്കിലും വിവരമുള്ളവർക്കല്ലേ ഇത് മനസ്സിലാകുള്ളൂ അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയ അതീന്ദ്രിയവാദികൾ, ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാനെ പറ്റിയുള്ള നോളേജ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനേ പറ്റില്ല. അപ്പൊ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. അതിനെ 3 കാറ്റഗറിയിലായിട്ടാണ് ഈ പറയുന്ന ഈ ജ്ഞാനിയായിട്ടുള്ള ആൾക്കാരൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബ്രഹ്മസാക്ഷാത്കാരം, പിന്നെ അടുത്ത് എന്താണ്, പരമാത്മാ പരമാത്മ സാക്ഷാത്കാരം, സാക്ഷാത്കാരം, അതുപോലെ തന്നെ ഭഗവത് സാക്ഷാത്കാരം. ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തിനോട് ഭഗവാന്റെ ഉപമിച്ചിരിക്കുന്നത്? സൂര്യൻ രശ്മിയെ പോലെ, സൂര്യരശ്മി. പിന്നെ അടുത്തതോ പരമാത്മ സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം സൂര്യഗോളം. പിന്നെ ഈശ്വര ഗോളം. സാക്ഷാത്കാരം സൂര്യഗോളത്തിന്റെ ഉള്ള്, അകഭാഗം. അതെ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളപ്പോ ഇതിന്റെ അകത്ത് ഈ ഭാവാർത്ഥം ഞാൻ പറയാം. ആരാ വായിക്കാനുണ്ട്? രാധാമാതാജി ഒന്ന് വായിക്കൂ ഭാവാർത്ഥം. അപ്പം ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. കാര്യം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് വയ്യാത്തതുണ്ട്. ഹരേ കൃഷ്ണ. നിരപേക്ഷ സത്യം കാര്യവും കാരണവുമാകുന്നു. അവ തമ്മിൽ ഗുണപരമായി യാതൊരു വ്യത്യാസവുമില്ല. ആകയാൽ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിവയെല്ലാം ഗുണപരമായി ഏകവും അഭിന്നവുമാകുന്നു. ഉപനിഷത്ത് വിദ്യാർത്ഥികൾ അമൂർത്തക ബ്രഹ്മമായും യോഗികൾ ഒരു പ്രത്യേക സ്ഥലവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരമാത്മാവായും ഭക്തന്മാർ ഭഗവാനായും സാക്ഷാത്കരിക്കുന്നതും ഒരേ തത്വത്തെയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷൻ നിരപേക്ഷ സത്യത്തിന്റെ അവസാന വാക്കാകുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ ഭാഗിക ചിത്രീകരണമായ അമൂർത്തക ബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷന്റെ ഉജ്ജ്വല തേജസ്സാകുന്നു. സൂര്യദേവന് സൂര്യരശ്മികൾ എന്ന പോലെയാണ് ഭഗവാന് ബ്രഹ്മം. മേൽ പ്രസ്താവിച്ച കാര്യങ്ങളെ അല്പജ്ഞാനികളായ വിദ്യാർത്ഥികൾ ചിലപ്പോൾ യഥാക്രമമായി സ്വതത്വ സാക്ഷാത്കാരത്തിനനുകൂലമായി വാദിക്കുന്നു. എന്നാൽ നിരപേക്ഷ സത്യ പൂർണാഭിജ്ഞനായ ദാർശനികൻ മുകളിൽ പ്രസ്താവിച്ച ത്രിവിധ ലക്ഷണങ്ങളും ഒരേ നിരപേക്ഷ സത്യത്തിന്റെ വിഭിന്ന വീക്ഷണ കോണുകളിലൂടെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാകുന്നുവെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു. ഭാഗവതത്തിലെ പ്രഥമാധ്യായത്തിലെ പ്രഥമ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ പരമസത്യം സ്വയം പര്യാപ്തവും അഭിജ്ഞാന സമ്പൂർണവും മായയിൽ നിന്നും വിമുക്തവുമാകുന്നു. ആപേക്ഷിക ലോകത്തിൽ
ജ്ഞാതാവ് വിശ്രുതത്തിൽ നിന്നും വിഭിന്നമാണ്. എന്നാൽ നിരപേക്ഷ സത്യത്തിൽ ജ്ഞാതാവും വിദിതവും ഏകവും അഭിന്നവുമാകുന്നു. ആപേക്ഷിക ലോകത്തിൽ ജ്ഞാതാവ് ജീവസത്ത അഥവാ പരമശക്തിയും ശ്രേഷ്ഠ, അതേസമയം വിദിതം വിശ്രുതം നിശ്ചേഷ്ടദ്രവ്യം അതായത് നിഷ്ക്രിയ പദാർത്ഥം അഥവാ അപ്രധാന ശക്തിയുമാകുന്നു. ആകയാൽ അപ്രധാന ശക്തിയും ശ്രേഷ്ഠ ശക്തിയും ദ്വൈതങ്ങളാകുന്നു. അതേസമയം ആത്മീയ ലോകത്തിൽ ജ്ഞാതാവും വിദിതവും ഒരേ ശ്രേഷ്ഠ ശക്തികളാകുന്നു. ശക്തിയും ശക്തി ഉള്ളതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ശക്തികളുടെ ഗുണങ്ങളിൽ അന്തരമുണ്ട്. ആത്മീയ ലോകവും ജീവാത്മാക്കളും ഒരേ ശ്രേഷ്ഠ ശക്തികളാകുന്നു. എന്നാൽ ഭൗതിക ലോകം അപ്രധാന ശക്തിയാകുന്നു. അപ്രധാന ശക്തിയുമായി സമ്പർക്കത്തിലാകുന്ന ജീവാത്മാവ് വ്യാമോഹിതനായി താൻ അപ്രധാന ശക്തിയുടെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ആകയാൽ ഭൗതിക ലോകം സാപേക്ഷിക ബോധമുള്ളവയാകുന്നു. ആത്മീയ ലോകത്തിൽ ജ്ഞാതാവും വിദിതവും തമ്മിൽ യുക്തിയുക്തമായ അന്തരമില്ല. ആകയാൽ അവിടെ ഉള്ളതെല്ലാം പരിപൂർണമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടത് 3 തരത്തിലുള്ള സാക്ഷാത്കാരമാണ്. ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനേതി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം തന്നെ ഉള്ളതാണ്. അപ്പൊ അതില് ഈ ബ്രഹ്മം എന്താണ്? ഈ ബ്രഹ്മം നമ്മള് ബ്രഹ്മത്തിന് ഒരുപാട് നിർവചനം കൊടുക്കുന്നുണ്ട് അല്ലേ? അവ്യക്തിഗത ബ്രഹ്മെന്നും നിരപേക്ഷ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ബ്രഹ്മൻ എന്ന് പറഞ്ഞ സംഭവം? ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞ എന്താണ്? ഈ ഭഗവാന്റെ ചുറ്റുമുള്ള ആ ഒരു പ്രഭ അല്ലേ, പ്രഭാവലയം എല്ലാ ആത്മീയ ലോകങ്ങളിലെയൊക്കെ ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നു. അതായത് ഭഗവാന്റെ ലോകത്തിൽ, ആത്മീയ ലോകങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. ഈ ഭഗവാന്റെ ഈ പ്രഭാവലയം ആണ് അവിടുത്തെ വെളിച്ചം. ആ ലോകങ്ങളിൽ, ആത്മീയ ലോകങ്ങളിൽ ആ വെളിച്ചം. അപ്പൊ നമ്മളെ ഈ യോഗികളൊക്കെ പലരും എന്താണ് വിചാരിക്കുന്നത്? അവർ ഈ ബ്രഹ്മസാക്ഷാത്കാരം അതിലുപരിയായിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ രൂപമില്ല അല്ലേ? ഭഗവാന്റെ പ്രകാശത്തെയാണ് അവർ ആരാധിക്കുന്നത്. രൂപമില്ലാത്ത അവസ്ഥ. രൂപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ബ്രഹ്മം, ഈ പറയുന്ന ഈ ബ്രഹ്മജ്യോതി. ഈ ബ്രഹ്മജ്യോതിയിലേക്ക് എത്തിയുള്ള അവസ്ഥ എന്താണ്? അത് എന്താണ്? ഒരു ലയനമാണ് അല്ലെ? ലയനമാണ്, ആസ്വാദനമില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്രഹ്മജ്യോതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ലയിച്ചു ജനനം. വരുന്നു. ബ്രഹ്മജ്യോതി ലയിച്ചു വരുന്നു. വരത്തില്ല, അവിടെ തന്നെ ലയിച്ചിരിക്കും, വരത്തില്ല. അപ്പൊ ഈ അതിനൊക്കത്തിലെ മോക്ഷമില്ല. അപ്പൊ ഈ ബ്രഹ്മജ്യോതിയിൽ പോയിരിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരുപക്ഷെ ഈ ആസ്വാദനം ഇല്ലാത്തത് കൊണ്ട് ജനിക്കേണ്ട അവസ്ഥ വരും. വീണ്ടും താഴേക്ക് തന്നെ എപ്പോൾ ആസ്വദിക്കണം എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴത്തേനും താഴേക്ക് തന്നെ പോരേണ്ടി വരും. കാര്യം രൂപമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ ഒരു ഇതിൽ തന്നെ കിടക്കുവാണ് അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഈ ബ്രഹ്മവാദികൾ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരുടെ ആ ഒരു യോഗികളുടെ ഒക്കെ അവസ്ഥ. അവരെപ്പോഴും ഈ ബ്രഹ്മത്തെ ഉപാസിച്ച് അല്ലെങ്കിൽ രൂപമില്ലാത്ത ഭഗവാനെ ഉപാസിച്ചിട്ട് അവർക്ക് എന്താണ്? അവരുടെ ജീവൻ പോകുമ്പോഴത്തേക്കിനും അവര് ഈ പറയുന്ന ബ്രഹ്മജ്യോതിയിൽ ചെന്ന് ലയിക്കുന്നു. അവിടുന്ന് വീണ്ടും താഴ്ത്തപ്പെടുന്നു. അപ്പൊ ഇത് ഈ പറയുന്ന യോഗികളാണ് ബ്രഹ്മസാക്ഷാത്കാരം, ഭഗവാന്റെ ഈ പറയുന്ന മുക്തി എന്താണ് പറയുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഇപ്പം സായുജ്യമുക്തി, സായുജ്യം പ്രാപിക്കാന്നാണ്, സായുജ്യം അടയുക. ഈ മുക്തിക്കാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ കാറ്റഗറിയിലായിട്ടുള്ള ആൾക്കാരെ എന്താണ് പറയുന്നത്? ബ്രഹ്മേതി പരമാത്മേതി. എന്താ മാതാജി എന്തെങ്കിലും പറഞ്ഞോ? അല്ല, മുക്തി പല നാല് ഇതില്ലേ മുക്തി ഇല്ലേ പ്രഭു? സാലോക്യ മുക്തി എന്ന് പറയുക. ഒരുപാട് മുക്തിയുണ്ട് മാതാജി. ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. മാതാജി തിരക്ക് പിടിക്കാതെ. നമുക്കിപ്പം മെയിനായിട്ട് ഞാൻ 3 മുക്തിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്.
മുക്തികൾ ഒരുപാടുണ്ട്, എനിക്കെല്ലാം ഒന്നും അറിയില്ല. അപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ 3 മുക്തിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം രണ്ടാമത്തെ കാറ്റഗറിയിൽ പരമാത്മാ സാക്ഷാത്കാരം. അപ്പം നമ്മൾ സൂര്യരശ്മിയാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? സൂര്യരശ്മി. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് അത് എവിടുന്നാ വരുന്നത്? സൂര്യഗോളം, അതായത് പരമാത്മാവ്. അപ്പം നമ്മുടെ ശരീരത്തിൽ എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തില് ഹൃദയത്തില് എന്താണ് സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ടാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 15 പറയുന്നുണ്ട് അല്ലെ? സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ട, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ പരമാത്മാവായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പരമാത്മാവിന്റെ നീളം എത്രയാണ്? മനുഷ്യഹൃദയത്തിൽ 8 ഇഞ്ചാണ് നീളം. പരമാത്മാവിന് രൂപമുണ്ട്. അപ്പൊ ഈ പരമാത്മാവിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന യോഗികളും അത് ഒന്നുകൂടെ കൂടുതൽ ഒരു പടിയും കൂടെ കൂടി രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അവര് ചതുർഭുജ നാരായണ രൂപം ആണ് അവരുടെ ജീവൻ വെടിയാവുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ചതുർഭുജ നാരായണ രൂപത്തിൽ. മറ്റേ സായുജമുക്തിയുള്ളവരെ എങ്ങനെയാണ്? ഇവിടുന്ന് ഈ നെറുകന്തല പൊട്ടിച്ചിട്ടാണ് എങ്ങനെ പോകുന്നത്? അവരുടെ ജീവൻ പോകുന്നത് അല്ലേ? ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? മൂർധാവല്ലേ? എന്താ? മൂർധാവെന്നല്ലേ? മൂർധാവ് അല്ല. 6 ചക്രങ്ങളുണ്ട്. പടിയാറും അവിടെ ഷടാചാരം. ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. മാതാജി വായിക്കത്തല്ലേ? ഷടാചാരം. വെങ്കട്ടപ്പന്റെ പാട്ടാണ്. അതെ ഷടാചാരം. ഏതാണ് ഈ പടി 6? മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഗതം, ആജ്ഞ, വിശുദ്ധി, പിന്നെ അവസാനം സഹസ്രാരതല പത്മം. ഇതാണ് സഹസ്രാരതല പത്മം എന്ന് പറയുന്ന സംഭവം. നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ കേട്ടില്ലേ? സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി എന്ന് പറഞ്ഞ് കേട്ടില്ലേ? മൂലാധാരാംബുജാരൂഢ വിഷ്ണുഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി എന്ന് പറഞ്ഞ ഓരോരോ, അതായത് നമ്മുടെ ഇടാ പിങ്കള സുഷുപ്ന എന്ന് പറഞ്ഞ 3 നാഡികള് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ആ ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന് പറഞ്ഞുള്ള ആ കീർത്തനത്തില് ശ്രീനാരായണ, എനിക്ക് തോന്നുന്നത് എന്നാ ദൈവദശകാന്ന് തോന്നുന്നു, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന് പറയുന്ന നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാരതളം വരെ ഈ നട്ടലിനെ ചുറ്റി കിടക്കുന്ന 3 നാഡികളുണ്ട്. ഇതാണ് എന്താണ്? ഇടാ പിങ്കള സുഷുപ്ന. ഇതിൻ്റെ അകത്തോടെയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലേ? ഇത് ഒരു പാമ്പ് എന്താണ് തലകീഴായിട്ട് കിടക്കുന്നതായിട്ടാണ് ശ്രീനാരായണ ഗുരു അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആടുപാമ്പേ പുനം തേടുപാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട ആടുപാമ്പേ. എന്താണ് ആനന്ദം? എവിടെ ചെന്ന് കഴിഞ്ഞാലാണ്? സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. ഇവിടെ എന്താണ്? 1000 ഇതളുള്ള താമര ഇങ്ങനെ കമത്തിയിട്ടിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ചക്രം. ഈ ചക്രത്തിന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. ഓരോ ചക്രത്തിനും ഓരോ ഷേപ്പ് ഉണ്ട്. മൂലാധാരം എവിടെയാണ്? നമ്മുടെ പൊക്കിളിന്റെ താഴെയായിട്ടുള്ള ഭാഗമാണ്, നാഭിയുടെ ഒക്കെ താഴെ, ജനനേന്ദ്രിയത്തിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് മൂലാധാരം. അവിടെ നിന്നാണ് ഈ ശക്തിയെ ഈ ഇടാപിങ്കളയിൽ കൂടെ എന്താണ് ഉത്തേജിപ്പിച്ച് നമ്മളപ്പോൾ ഈ ഓരോ ചക്രങ്ങളെ നമ്മുടെ ഉള്ളിൽ കാണണം. ഭയങ്കര പ്രാക്ടീസും സാധനയും വേണം. അങ്ങനെ ഇതിനെ ഉദ്ദേശിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹൃദയത്തിന്റെ അവിടെയുള്ളത് ആജ്ഞാചക്രാന്ന് തോന്നുന്നു, ഇങ്ങനെ ഇവിടെയാന്ന് തോന്നുന്നു വിശുദ്ധി. അങ്ങനെ വന്ന് ഈ പറയുന്നത് ഇവിടെ ഒരു ചക്രം ഉണ്ട്, എന്താ ഞാൻ മറന്നുപോയി. 6 ചക്രം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും കേട്ടോ, ഞാനിപ്പോൾ എല്ലാം ഓർക്കുന്നില്ല. ഇവിടെ വന്നിട്ട് ഇത് സഹസ്രാരതല പത്മം. അവിടെ ഈ താമര ഈ പറയുന്ന ഇടാപിങ്കളയിൽ നിന്ന് തൂക്കിയിട്ട മാതിരി ഒരു ഇതാണ്. അവിടെ നമ്മൾ ഈ ശക്തിയെ എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ നമ്മളുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി ഈ പടി 6 കടന്ന് നമ്മൾ 7ാമത്തെ സ്ഥലത്ത് എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? സഹസ്രാരാംബുജാരുടെ സുധാസാരാകൃഷ്ണി. അവിടെ നിന്നാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ സുധ അല്ലെങ്കിൽ അമൃത് അല്ലെങ്കിൽ ആനന്ദക്കൂട്ട് എവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്? ഇവിടെ ചെല്ലുമ്പോൾ. അവിടെ ചെന്നും പരമാനന്ദമാണ് അല്ലേ? ഈ പരമാനന്ദം, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഈ ഇതിൽ വഴി ഈ ഊർജത്തെ ഇറക്കിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങും. ഈ ആത്മാവിനെ, ഈ നമ്മുടെ ഈ ശക്തിയെ എന്ത് ചെയ്യും? അദ്ദേഹം പുറത്തിറക്കി കഴിഞ്ഞുള്ളൊരു അവസ്ഥ എന്താണ്? നമ്മൾ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പുറത്തിറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ സാധന ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അകത്തേക്ക് ഈ ആത്മാവിനെ കയറ്റിയില്ല എങ്കിൽ നമ്മൾ ജഡമായി തീരും.
അതായത് നമ്മളുടെ ഈ അവയവങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാണത്തില്ലേ, ചൂടാറുന്നതിന് മുൻപെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ ആത്മാവ് പോയെങ്കിലും എന്താണ് ആ ശരീരത്തിന് ജീവനുണ്ടല്ലേ. നമുക്കൊക്കെ കാണാം ഈ പല്ലി ഒക്കെ നമ്മൾ അതിനെ ഓടിക്കുമ്പോൾ വെച്ചാൽ വാലത് ഓടിച്ചിടും അല്ലേ. എത്ര നേരം ആ വാല് കിടന്ന് പിടയ്ക്കുന്ന കാണത്തില്ലേ. കാര്യം ആത്മാവ് ആ വാലിലാണ് ഇരിക്കുന്നത്. അല്ല, ആ ജീവൻ അത്രയും നേരം നിന്നതിൻ്റെ ആ ഒരു പ്രസരിപ്പാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തിനും ആ ചൂടാറാത്ത ഒരു സമയമുണ്ട്. ഈ ആത്മാവ് അത്രയും നാൾ നിന്നതല്ലേ, എത്ര ജന്മം. ഇപ്പം 50 വയസ്സുള്ള ഒരാൾ മരിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നാളും സന്തത സഹചാരിയായി ആത്മാവ് ഈ ശരീരത്തിലുണ്ടായിരുന്നു അല്ലേ. ആത്മാവ് അങ്ങ് വിട്ടുപോയേ ഉള്ളൂ. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഇത് തിരിച്ചു കയറിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ജഡമായി പോകും, മരണം സംഭവിച്ചു, അതായത് ആത്മഹത്യ ചെയ്തതിന് തുല്യമായി മാറുന്നു. അതായത് ഈ ഒരു ചൂടാറുന്ന സമയത്ത് നമ്മുടെ ഒരാള് ഒരു കാര്യം ചെയ്തിരുന്നു. ആരാണെന്ന് ഓർമ്മയുണ്ടോ? ആർക്കാ പറഞ്ഞു? ഞാൻ ഇന്നലെ ഈ കഥയൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. ഒരുപാട് കഥയൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ല. കാര്യം സത്യമാതാജിക്ക് ഓർമ്മയുണ്ടോ ആവോ? നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ശങ്കരാചാര്യ ശങ്കരാചാര്യര് ശങ്കരാചാര്യ ശങ്കരാചാര്യൻ അതെ. അദ്ദേഹം സർവജ്ഞപീഠം കയറാനായിട്ട് സ്ത്രീയെ അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചു കാശ്മീരിലെ പണ്ഡിതന്മാര്. സ്ത്രീയെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ് പറ്റുന്നത്? കൂട് മാറി കൂട് കയറി അങ്ങനെ എങ്ങാണ്ട് ആ ചോദിക്കുക അല്ലേ. കാശി രാജാവിൻ എന്താ പറയുന്നത് മരിക്കാറായി കിടക്കുകയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ ചൂട് മാറുന്നതിന് മുൻപേ ഇദ്ദേഹം അവിടെ ചെന്ന് കയറി. ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ശരീരത്തെ എന്താണ് ജഡമാക്കിയിട്ടിട്ട് ആ ആത്മാവിനെ എന്ത് ചെയ്തു? ഈ പറയുന്ന കാശി രാജാവിന്റെ ശരീരത്തിൽ കയറി അദ്ദേഹത്തിന്റെ അതിസുന്ദരി ആയ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ തിരിച്ച് എന്ത് ചെയ്തു? തിരിച്ച് ശങ്കരാചാര്യരുടെ ആ ഒരു ശരീരത്തിൽ തന്നെ വന്ന് കയറി. അങ്ങനെ ഇദ്ദേഹം അങ്ങ് പോയ മാത്രമേ എന്ത് ചെയ്തു? ആ ശരീരം ഡെഡ് ബോഡിയായി മാറി. പിന്നെ അവിടെ നിലവിളിയും കൂട്ട നിലവിളിയും എല്ലാം ആയി. ശങ്കരാചാര്യർ അതിൽ മാറി. എന്നിട്ട് പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? സ്ത്രീയെ പറ്റി ഭയങ്കര വലിയൊരു ഇത് തന്നെ നടത്തി. അപ്പൊ ഇതിന് അവരൊക്കെ അതിശയിച്ചു പോയി എങ്ങനെയാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിങ്ങനെയാണ് ചെയ്തത്. കാര്യം ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു സന്യാസി ഈ സ്ത്രീയെ പറ്റി ഉള്ള പല ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉത്തരം പറയുന്നത്? അപ്പോൾ സ്ത്രീകളൊന്നും അദ്ദേഹത്തിന് അടുത്ത് പോലും വരത്തില്ല. ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് പണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലായിരുന്നു. 500-600 വർഷം മുൻപത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ സ്ത്രീകളെ പറ്റി ഭയങ്കര ചോദിച്ച ചോദ്യത്തിനെല്ലാം തന്നെ ഉത്തരം പറഞ്ഞ് ആ സർവജ്ഞപീഠം കയറുകയായിരുന്നു. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഇത് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് അദ്ദേഹത്തിന് ആ പദവി കിട്ടി. എല്ലാ പണ്ഡിതന്മാരെയും തോൽപ്പിച്ചു. അപ്പൊ അങ്ങനെ ഈ പുറത്തിറക്കുന്ന എൻ്റെ ആ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഇതേപോലെ ഈ എന്തോ മറ്റുള്ള ചിന്തകൾ എന്തോ വന്നിട്ട്, അതായത് നമ്മൾ ഈ ആത്മാവിന്റെ കൂടെ എന്താണ് വേറെ 3 സാധനങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. എന്തൊക്കെയാണ് മാതാജി? ഞാൻ അഭിയ മാതാജി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പൊ മനസ്സ് കൂടെ ഉണ്ടല്ലേ. പുറത്തിറങ്ങുന്ന മനസ്സുണ്ട്. ആ മനസ്സില് ഏകാഗ്രത ഇല്ല എങ്കിൽ, പ്രക്ഷുബ്ധമാണ്, മറ്റു പല വിചാരങ്ങളും പ്രക്ഷുബ്ധമാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ആ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ സാധനയ്ക്ക് എന്തെങ്കിലും ഒരു ശകലം വന്നെങ്കിൽ തിരിച്ച് പ്രവേശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ്? ഈ ബോഡി എന്താണ്? ചൂടാറി തണുത്ത് 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 ഡെഡ് ബോഡിയായി മാറും. മനസ്സിലായില്ല? അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. കയറാൻ പറ്റാത്ത ഒരവസ്ഥ പോലെ വന്ന് ഇദ്ദേഹം എന്താണ് സർവ്വദേവങ്ങളെയും വിളിച്ച് സർവ്വ മന്ത്രങ്ങളും പഠിച്ച് ജപിച്ചിട്ട് തിരിച്ചു കയറി. അതിൽ പിന്നെ അദ്ദേഹം ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് ഈ ഒരു കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നവർ എങ്ങോട്ടാ പോകുന്നത്? ബ്രഹ്മജ്യോതിയിലേക്ക്, അതായത് സായുജ മുക്തി. അടുത്തത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. നമ്മളിപ്പോ എവിടെ എത്തി? സൂര്യ ഗോളം വരെ എത്തി അല്ലേ. അപ്പം പരമാത്മാവ്. പരമാത്മാവ് അവരെവിടെ ചെല്ലാൻ സാധ്യതയുണ്ട്? വൈകുണ്ഠ ലോകത്തെ. ചതുർഭുജ നാരായണ രൂപത്തെ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷീരോദശകായി വിഷ്ണുവിന്റെ പരമാത്മാവായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിഷ്ണു ആരാണ്? ക്ഷീരോദശകായി വിഷ്ണു. ക്ഷീരോദശകായി വിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈകുണ്ഠ ലോകങ്ങളിലോ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ക്ഷീരോദശകായി വിഷ്ണുവിന്റെ അവിടെ ഈ ജയവിജയന്മാരൊക്കെ ഉള്ളതുപോലെ 4 കൈകളുള്ള രൂപമായി മാറത്തുള്ളൂ. ആ മുക്തിക്ക് എന്താ പേര് പറയുന്നത്? വിഷ്ണു രൂപമായി മാറുന്ന മുക്തിക്ക് എന്താണ് പറയുന്നത് ശശികല മാതാജി?
സാരൂപ്യം. സാരൂപ്യമുക്തി. സാരൂപ്യം. സാരൂപ്യമുക്തി, രൂപത്തിലേക്കുള്ള മാറ്റം. മുക്തി എന്ന് പറഞ്ഞ ഒരു മാറ്റമാണ്, ചേഞ്ച്, രൂപത്തിലേക്കുള്ള. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സൂര്യഗോളത്തിന്റെ ഉപരിതലമാണ്, അല്ലെ? ആ എക്സാമ്പിളിൽ പ്രഭാതർ പറഞ്ഞു സൂര്യഗോളത്തിന്റെ ഭഗവാൻ ഉപരിതലം. ഉപരിതലം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? നമ്മള് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഏതാണ്? 8.5 എന്താണ്? അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേവരം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ? ആര് അന്ത്യകാലത്ത് എന്നെപ്പറ്റി വിചാരിക്കുന്നു അവർ എന്റെ ലോകത്തിൽ വരും, എന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് ഭഗവാൻ തരുന്ന വാക്ക്, അല്ലേ? അപ്പൊ അതെന്താണ്? സാലോക്യമുക്തി, ആ ലോകത്തിലേക്ക് പോകുന്ന മുക്തി, സാലോക്യമുക്തി. അപ്പം അതെന്താണ്? ഭഗവാൻ റിയലൈസേഷൻ ആണ്. ശരിക്കും ഭഗവാൻ ആരാണ്? നമ്മൾ പഠിച്ചു, അല്ലെ? പരമദിവ്യോത്തമ പുരുഷൻ ആരാണ്? ഭഗവാന് 6 ക്വാളിറ്റീസ് വേണം. അപ്പൊ ആ ഭഗവാനെ പറ്റി അറിയുന്ന മുക്തി, അതിലേക്ക് എത്തിച്ചേരും, അല്ലേ? അവിടെ നിന്ന് പിന്നെ ഒരു തിരിച്ചു പോരിച്ചുണ്ടായി. ഒരു പ്രാവശ്യം നമ്മൾ പോകുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത് ഒരാൾ ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയ ഒരാള്, അതായത് നമ്മൾ പറയാൻ പറ്റും, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലല്ലേ? എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പോകുന്നു, പിന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് പോരാനായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്ത ശ്ലോകം. അധികം ഞാൻ എക്സ്പ്ലനേഷൻ പോകുന്നില്ല, 1 മണിക്കൂറിനുള്ള ടോപ്പിക്കുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 12ാമത്തെ ശ്ലോകത്തിലേക്ക് ഡയറക്റ്റ്ലി കിടക്കുക. ആ ശ്ലോകം ശശികല മാതാജി 3 പ്രാവശ്യം വായിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമ വിവർത്തനം വരെ വായിച്ചിട്ട് നിർത്തുക. മാതാജി ഉണ്ടോ? ശശികല മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. 12ാമത്തെ ശ്ലോകമല്ലേ പ്രഭു? അതെ അതെ മാതാജി. ശ്ലോകം വായിച്ചിട്ട് വിവർത്തനം അല്ലേ പ്രഭു? ആ, വിവർത്തനം വരെ. അതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമയും വിവർത്തനം വരെ. ഹരേ കൃഷ്ണ. തച്ഛബ്ദധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ സ്ഫുടഗൃഹീതയാ. 3 പ്രാവശ്യം ശ്ലോകം വായിച്ചോളൂ. 3 പ്രാവശ്യം ശ്ലോകം. തച്ഛബ്ദധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ സ്ഫുടഗൃഹീതയാ. തച്ഛബ്ദധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ സ്ഫുടഗൃഹീതയാ. തൽ ആ ശ്രദ്ധധായ ഗൗരവ ജിജ്ഞാസുവായ മുനയ മുനിമാർ ജ്ഞാനം വൈരാഗ്യം യുക്തയ പൂർണ്ണ സജ്ജീകൃതമായി പശ്യന്തി ദർശിക്കുക ആത്മനി സ്വയം അവനിൽ ച ആത്മാനം പരമാത്മാവ് ഭക്തിയുത സേവനത്തിൽ ശ്രുത വേദങ്ങൾ ഗ്രഹീതയ പൂർണ്ണമായി ഗ്രഹിച്ചു. വിവർത്തനം. ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണ സജ്ജനായ ഗൗരവ ജിജ്ഞാസുവായ വിദ്യാർത്ഥി വേദാന്ത ശ്രുതിയിലൂടെ അയാൾ ശ്രവിച്ചതെന്തോ അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മമാതാജി വിവർത്തന ഭാവാർത്ഥം വായിക്കാൻ പറ്റുമോ? മാതാജിയിലുണ്ടോ ഭാഗവതം? ഇല്ലെങ്കിൽ സതി മാതാജി വായിച്ചോളാം. എന്റെ ഇല്ല പ്രഭു. സതി മാതാജി വായിച്ചോളാം. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. പരിപൂർണ നിരപേക്ഷ സത്യമായ വാസുദേവ ഭഗവാനോടുള്ള ഭക്തിയുത സേവന മുഖേന നിരപേക്ഷ സത്യത്തെ സമ്പൂർണമായി സാക്ഷാത്കരിക്കാം. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീര തേജസ് ബ്രഹ്മവും പരമാത്മാവ് അദ്ദേഹത്തിന്റെ ഭാഗിക പ്രാതിനിധ്യവും ആകുന്നു. അങ്ങനെയാകയാൽ ബ്രഹ്മ അഥവാ പരമാത്മ സാക്ഷാത്കാരം നിരപേക്ഷ സത്യത്തിന്റെ ഭാഗിക സാക്ഷാത്കാരം മാത്രമാണ്. കർമ്മികളെന്നും ജ്ഞാനികളെന്നും യോഗികളെന്നും ഭക്തരെന്നും മനുഷ്യർ 4 വിധത്തിലുണ്ട്. കർമ്മികൾ ഭൗതികവാദികളും അതേസമയം മറ്റു 3 കൂട്ടരും അതീന്ദ്രിയവാദികളുമാകുന്നു. പരമപുരുഷനെ സാക്ഷാത്കരിച്ച ഭക്തന്മാരാണ് 1-ാം തരം അതീന്ദ്രിയവാദികൾ. പരമപുരുഷന്റെ സമഗ്ര ഭാഗത്തെ ഭാഗികമായി സാക്ഷാത്കരിച്ചവർ 2-ാം തരം അതീന്ദ്രിയവാദികളും പരമപുരുഷന്റെ ആത്മീയസ്ഥിതിയെ കഷ്ടിച്ചു മാത്രം സാക്ഷാത്കരിച്ചവർ 3-ാം തരം അതീന്ദ്രിയവാദികളുമാകുന്നു. ഭഗവത്ഗീതയിലും ഇതര വേദശാസ്ത്രങ്ങളിലും
പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ പൂർണ്ണ ജ്ഞാനത്തിന്റെയും ഭൗതിക സംസർഗത്തിൽ നിന്നുള്ള വിരക്തിയുടെയും പിൻബലത്തോടുകൂടിയ ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ പരമപുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിക്കുക സാധ്യമാകൂ. ഭക്തിയുക്ത സേവനത്തെ ജ്ഞാനവും ഭൗതിക സംസർഗത്തിൽ നിന്നുള്ള വിരക്തിയും അനുഗമിക്കുന്നു എന്ന വിഷയം നാം മുമ്പ് തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ബ്രഹ്മം, പരമാത്മാവ് എന്നീ സാക്ഷാത്കാരങ്ങളാകയാൽ അവയെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഇപ്രകാരം തന്നെയാവുന്നു. അതായത് ജ്ഞാനയോഗ മാർഗങ്ങളും നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് അപൂർണങ്ങളായ മാർഗങ്ങളാകുന്നു. ഭൗതിക സംസർഗത്തിൽ നിന്നുള്ള വിരക്തിയോടുകൂടിയ പൂർണ്ണജ്ഞാനത്തിൽ അധിഷ്ഠിതവും വേദാന്ത ശ്രുതിയുടെ ശ്രവണത്തിലൂടെ ദൃഢീകൃതവുമായ ഭക്തിയുടെ സേവനം മാത്രമാണ് ഗൗരവമുള്ള ജിജ്ഞാനുശ്രവമായ ഒരു വിദ്യാർത്ഥിക്ക് നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള പരിപൂർണമായ മാർഗം. ആകയാൽ ഭക്തിയുടെ സേവനം അല്പജ്ഞാനികളായ അതീന്ദ്രിയവാദികളെ ഉദ്ദേശിച്ചുള്ളതല്ല. ഭക്തരിലും ഒന്നാം തരം, രണ്ടാം തരം, മൂന്നാം തരം എന്നിങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. മൂന്നാം തരം ഭക്തർ അഥവാ അഭിനവ ഭക്തർ ജ്ഞാനമില്ലാത്തവരും ഭൗതിക സംസർഗത്തിൽ നിന്ന് മുക്തരാകാത്തവരും എന്നാൽ പ്രാഥമിക മാർഗമായ വിഗ്രഹാരാധനയിൽ മാത്രം ആകൃഷ്ടരായവരുമാണ്. അവരെ ഭൗതിക ഭക്തർ എന്ന് അഭിസംബോധന ചെയ്യാം. ഭൗതിക ഭക്തർ അതീന്ദ്രിയ ലാഭത്തേക്കാൾ അധികം ഭൗതിക നേട്ടങ്ങളിൽ അഭിനിവേശമുള്ളവരായിരിക്കും. ആകയാൽ ഒരാൾ ഭൗതിക ഭക്തിയുടെ സേവനത്തിന്റെ നിലയിൽ നിന്നും രണ്ടാന്തര ഭക്തിയുടെ സേവന നിലയിലേക്ക് നിശ്ചിത വികാസം പ്രാപിക്കണം. രണ്ടാന്തര അവസ്ഥയിൽ പരമ ദിവ്യതമ പുരുഷൻ, ഭഗവത് ഭക്തർ, അജ്ഞാനി, അസൂയാലു എന്നിങ്ങനെ ഭക്തിമാർഗത്തിലുള്ള 4 തത്വങ്ങളെ ഭക്തൻ വേർതിരിച്ചു കാണുന്നു. രണ്ടാം തരം ഭക്തന്മാരെന്ന നിലയിലേക്കെങ്കിലും ഒരാൾ സ്വയം ഉയർത്തുകയും അങ്ങനെ നിരപേക്ഷ സത്യത്തെ ഗ്രഹിക്കാൻ യോഗ്യത നേടുകയും വേണം. ആകയാൽ മൂന്നാം തരം ഭക്തൻ ആധികാരിക കേന്ദ്രങ്ങളായ ഭാഗവതത്തിൽ നിന്ന് ഭക്തിയുത സേവന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാകുന്നു. ആദ്യമായി ഭാഗവതൻ എന്നാൽ ഭക്തൻ എന്ന വ്യക്തിത്വമാണ്. മറ്റൊന്ന് ഭാഗവതം എന്ന ഭഗവത് സന്ദേശവും ആയതിനാൽ മൂന്നാം തരം ഭക്തർ ഭക്തിയുത സേവന നിർദ്ദേശങ്ങളുടെ അഭ്യസനത്തിനായി ഭക്തൻ എന്ന വ്യക്തിയുടെ സമക്ഷം ചെല്ലേണ്ടതാകുന്നു. അത്തരം ഭക്തൻ നിശ്ചയമായും സൂത ഗോസ്വാമിയെ പോലെ ശുകദേവ ഗോസ്വാമിയുടെ പ്രതിനിധിയായിരിക്കണം. സമസ്ത ജനങ്ങളുടെയും സമഗ്രക്ഷേമത്തിനായി അദ്ദേഹം ഭക്തിയുത സേവന മാർഗത്തെ പ്രചാരണം ചെയ്യുകയും വേണം. പ്രാമാണികരായ ഭക്തരിൽ നിന്നുള്ള ശ്രവണത്തിന് അഭിനവ ഭക്തന് നാമമാത്രമായ അഭിരുചിയേ ഉള്ളൂ. അത്തരം ഒരു അഭിനവ ഭക്തൻ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്കായി ഭാഗവത പാരായണം തൊഴിലാക്കിയവരിൽ നിന്ന് ശ്രവിക്കുന്നതായി പുറമോടി കാണിക്കുന്നു. ഇപ്രകാരമുള്ള ശ്രവണ കീർത്തനങ്ങൾ മുഴുവൻ പ്രക്രിയയെ തന്നെ നശിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഇത്തരം തെറ്റായ മാർഗത്തെക്കുറിച്ച് ഒരുവൻ അതീവ ജാഗ്രത പുലർത്തണം. ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന ഭഗവാന്റെ ദിവ്യ സന്ദേശങ്ങൾ സംശയാതീതമായും അതീന്ദ്രിയ വിഷയങ്ങളാകുന്നു. ഇപ്രകാരമാണെങ്കിലും അത്തരം അതീന്ദ്രിയ വിഷയങ്ങൾ അവയെ ജീവിത വൃത്തിയായി സ്വീകരിച്ച ഒരാളിൽ നിന്നും കേൾക്കരുത്. അത്തരം ഒരാൾ പാമ്പിന്റെ നാവിനാൽ തീണ്ടപ്പെട്ട ചാൽ എന്ന പോലെ അവയെ നശിപ്പിക്കുന്നു. ഉപനിഷത്തുക്കൾ, വേദാന്തം, പൂർവാചാര്യന്മാർ അഥവാ ഗോസ്വാമിമാർ പ്രദാനം ചെയ്യപ്പെട്ട മറ്റു സാഹിത്യങ്ങൾ എന്നീ വേദസാഹിത്യങ്ങളെ സ്വന്തം മുന്നേറ്റത്തിനായി ശ്രവിക്കാൻ ഒരു ആത്മാർത്ഥ ഭക്തൻ തയ്യാറായിരിക്കണം. അത്തരം സാഹിത്യങ്ങൾ ശ്രവിക്കാതെ ഒരാൾക്ക് യഥാർത്ഥ പുരോഗതി നേടാൻ സാധ്യമല്ല. ശ്രവണം ചെയ്യാതെയും നിർദ്ദേശങ്ങൾ പാലിക്കാതെയുമുള്ള ഭക്തി സേവന പ്രകടനം മൂല്യമില്ലാത്തതായി തീരുന്നു. അതിനാൽ അത് ഭക്തിയുത സേവന പാതയിൽ ഒരു തരത്തിൽ വിഘ്നമായി തീരുന്നു. ആകയാൽ ശ്രുതി, സ്മൃതി, പുരാണം അഥവാ പഞ്ചരാത്രം എന്നീ പ്രമാണങ്ങളിൽ ഭക്തിയുത സേവനം അത് സുസ്ഥാപിതമാക്കാത്ത പക്ഷം അത്തരത്തിലുള്ള ഭക്തിയുത സേവന പ്രദർശനത്തെ തൽക്ഷണം തിരസ്കരിക്കണം. പ്രാമാണികനല്ലാത്ത ഒരു ഭക്തനെ ഒരിക്കലും ശുദ്ധഭക്തനെ അംഗീകരിക്കരുത്. വേദസാഹിത്യങ്ങളിൽ നിന്നുള്ള ഇത്തരം സന്ദേശങ്ങൾ സ്വാംശീകരിക്കുന്നതിലൂടെ ഒരുവന് പരമ ദിവ്യോത്തമ ഭാവത്തെ സ്വഹൃദയത്തിനുള്ളിൽ സദാ ദർശിക്കാൻ കഴിയും. ഈ അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരിയോം. ഹരേ കൃഷ്ണ. ഇത് വളരെ വിശദമായിട്ട് ഇതിനകത്ത് ഓരോ കാറ്റഗറിയുള്ള ആൾക്കാർ, ഭക്തന്മാരെയും അങ്ങനെ എല്ലാവരെയും കാറ്റഗറൈസ് വളരെ വിശദമായിട്ടുള്ളൊരു ഭാവാർത്ഥമാണ്. ഇത് 2-3 പ്രാവശ്യം നിങ്ങളിരുന്ന് വായിക്കണം. അപ്പം ഞാൻ അതിൻ്റെ വിവർത്തനത്തിന് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അപ്പം ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണ സജ്ജനായ ഗൗരവ ജിജ്ഞാസിയായ വിദ്യാർത്ഥി വേദാന്ത ശ്രുതിയിലൂടെ അയാൾ ശ്രവിച്ചതെന്തോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. അപ്പം നമ്മൾ ഈ നിരപേക്ഷ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ കണ്ടു 3 സത്യത്തെ പറ്റി പറഞ്ഞല്ലേ. ഈശ്വരൻ്റെ 3 രീതിയിലുള്ള അവസ്ഥകളെ പറ്റി പറഞ്ഞു. അതൊക്കെയാണ് ബ്രഹ്മൻ, പരമാത്മാവ്, കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടല്ലേ, പരമാത്മാവ്, ഭഗവാൻ.
അപ്പം ഈ ഒരു ജ്ഞാനം, ഇതൊരു ജ്ഞാനമാണല്ലോ, അറിവാണല്ലേ. അപ്പം ഈ അറിവ് അങ്ങോട്ടേക്ക് കൂടും തോറും നമ്മൾ എന്താണ്, ലോവർ ടേസ്റ്റിലുള്ളതിനൊക്കെ വിരക്തി തോന്നും, വൈരാഗ്യം തോന്നും അല്ലേ. ഉം. ഇത് ശരിയായിട്ടുള്ള അറിവില് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയ സന്ദർപ്പണത്തിനും പുറമേ കാണുന്ന മോടി കൂട്ടാനുള്ള കാര്യത്തിലൊക്കെ കുറച്ച് വിരക്തി വരും അല്ലേ. കാര്യം അതെല്ലാം അപ്രസക്തമാണ്, വെറും ടെമ്പററി ആണെന്ന് ആളൊരു ജ്ഞാനം നമുക്ക് കിട്ടിക്കൊണ്ട് വരുമ്പം എന്താണ്, വൈരാഗ്യം വരും. അങ്ങനെ പൂർണ്ണ സജ്ജനായ ഗൗരവ ജിജ്ഞാസായി വൃദ്ധ്യ. അപ്പൊ അങ്ങനെ ഒരാൾ പാകപ്പെട്ടു വരുവാണല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് കിട്ടി? ജ്ഞാനം കിട്ടി. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ വൈരാഗ്യം കിട്ടി. വൈരാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്ന വളരെ അപ്രസക്തവും നൈമിഷികവും പിന്നെ ഇന്ദ്രിയതൃപ്തിക്ക് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നും അത് വീണ്ടും നമ്മളെ കർമ്മത്തിലെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയുള്ളെന്ന് മനസ്സിലാക്കിയ ജ്ഞാനിയായിട്ടുള്ള ഒരുവൻ വൈരാഗ്യത്തിന്റെ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം അയാൾ എന്താ ചെയ്യുന്നത്? വേദാന്ത ശ്രുതിയിലൂടെ, വേദാന്തം എന്താണ്? വേദത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ ഉപനിഷത്ത് അറിയുക എന്നുള്ളത് ഉപനിഷത്താണ്. അല്ലേ. വേദാന്ത സൂത്രം എഴുതിയതാരാണ്? വേദവ്യാസൻ തന്നെയാണ് അല്ലേ. ഉം. വേദങ്ങളെല്ലാം രചിച്ചു, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ ഭഗവാന്റെ പേരാരാണെന്നോ ആരാണ് ഭഗവാൻ എന്നോ അതിനകത്ത് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് അല്ലേ. ഭഗവാനെ അറിയുക എന്നുള്ള ആരാണ് ഭഗവാൻ? ഭഗവാനെ അറിയുക. ആരാണ് ഭഗവാൻ എന്ന് നമ്മൾ ഭഗവത്ഗീത, അതുകൊണ്ടാണ് വേദാന്തമാണ് ഭഗവത്ഗീത. എല്ലാ ഉപനിഷത്തുകളിലെ വേദങ്ങളിലെ സംഗ്രഹമാണ് ഭഗവത്ഗീത ഭാഗവതം എന്ന് പറയുന്നത് അല്ലേ. വേദങ്ങളുടെ അന്ത്യത്തിൽ ആ ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഭഗവത്ഗീതയിൽ കൂടെ മനസ്സിലാക്കി. അദ്ദേഹത്തിനെ തന്നെ എന്തായിരുന്നു അദ്ദേഹം ചെയ്ത പ്രവൃത്തികളും അദ്ദേഹം ചെയ്ത അവതാരങ്ങളും എല്ലാം തന്നെ നമ്മൾ ഭാഗവതത്തിൽ കൂടെ മനസ്സിലാക്കി അല്ലെ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശരീരം തന്നെയാണ് അല്ലെ. ഫുള്ള് കേശാദിപാദമാണ് ഈ ഭാഗവതത്തിന്റെ 12 സ്കന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഭഗവത്ഗീതയിൽ കൂടെയും മനസ്സിലാക്കി. അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ആരാണ്, എന്താണ് ചെയ്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഭാഗവതത്തിലൂടെയും മനസ്സിലാക്കി. അങ്ങനെ ഒരു വേദാന്ത ശ്രുതി, ഈ വേദാന്ത ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭഗവത്ഗീതയാണ്. അയാൾ ശ്രവിച്ചതെന്തോ, അയാൾ എന്താണ് കേട്ടത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ, അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഭക്തിയുത സേവനം ചെയ്യണം. അപ്പൊ നമ്മൾ കണ്ടതെന്താണ് ഭക്തിയുത സേവനം? മന്മന ഭവമത് ഭക്തു, നീ എൻ്റെ ഭക്തനാകുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ നീ എന്നെ അർച്ചിക്കുക, നീ എന്നെ സ്തുതിക്കുക, നീ എന്നെ സ്മരിക്കുക, നീ എന്നെ കീർത്തിക്കുക. ഇതിലേതെങ്കിലും നീ ചെയ്തിട്ട് നീ എൻ്റെ അടുത്തേക്ക് എത്തിച്ച് വരാനായിട്ടാണ് ഭഗവാൻ ആ ശ്ലോകത്തിൽ പറയുന്നത് അല്ലേ. അപ്പം ഇതൊക്കെ ചെയ്ത് എന്താണ് ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ, സർവധർമാൻ പരിത്യജ്യ നമ്മൾ അവിടെ കണ്ട് ആ സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വ്യക്തി. അതിനെ ആ നിരപേക്ഷ സത്യത്തെ, ആ പരമസത്യം, സത്യം പരം ധീമഹി, ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലേ. ജന്മാദിയസ്യ എന്ന് പറയുന്നത് തുടങ്ങുന്ന ആ ശ്ലോകത്തിന്റെ അവസാനം എന്താ പറയുന്നത്? സത്യം പരം ധീമഹി. മറ്റൊന്നും സത്യമായിട്ടുള്ള ഒരു വസ്തുതയില്ല ഈ പ്രപഞ്ചത്തിൽ. ഇതാണ് പരമസത്യം. ഇതിൽ അപ്പുറത്തേക്കൊരു സത്യമില്ല. നമ്മൾ മറ്റ് സത്യാന്വേഷികളാണെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് നമ്മൾ വെറും എന്താണ്, ധ്രുവ മഹാരാജ് പറഞ്ഞത്, നമ്മൾ എന്താണ് കുപ്പിച്ചിലില്ല പുറകെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും അല്ലേ. വെറും കുപ്പിച്ചിൽ അന്വേഷിച്ചു പോയി. സാക്ഷാൽ ഡയമണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ഈ കുപ്പിച്ചിലിന്റെ പുറമെ അന്വേഷിക്കാണ്ട് പോകുന്നത് അല്ലേ. അപ്പം ഈ ഡയമണ്ടാണ് നമുക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാള് എന്താണ് ഈ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഭക്തർ, കർമ്മി, ജ്ഞാനി, അസൂയാലി, ഒരു അസൂയാലു 3-4 മാർഗങ്ങൾ പറയുന്നുണ്ട്. ഒന്നാം തരം ഭക്തൻ, രണ്ടാം തരം ഭക്തൻ, മൂന്നാം തരം ഭക്തൻ. അവരുടെയൊക്കെ പ്രത്യേകതകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ വെക്കണം. ഭാവാർത്ഥം വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. അടുത്ത ശ്ലോകം ഇനി കൃഷ്ണകുമാരി മാതാജി ആ
ശ്ലോകം 3 തവണ വായിക്കുക. അതിൻ്റെ പദാനുപത തർജ്ജമ വിവർത്തനം വരെ വായിച്ചിട്ട് നിർത്തിക്കോളൂ. ഹരേ കൃഷ്ണ. ഉം. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അത ആകയാൽ പുംഭി മനുഷ്യര ദ്വിജശ്രേഷ്ഠന്മാർ അല്ലെ ബ്രാഹ്മണർ ശ്രേഷ്ഠർ വർണ്ണാശ്രമ 4 വിധ ജാതികളും 4 വിധ ജീവിതക്രമങ്ങളും ചതുർവർണ്ണങ്ങളും ചതുർ ആശ്രമങ്ങളും വിഭാഗങ്ങളാൽ സ്വ അനുഷ്ഠിതസ്യ ഒരുവന്റെ നിർദ്ദിഷ്ട സ്വകർമ്മങ്ങൾ ധർമ്മസ്യ ധർമ്മസംബന്ധമായ തൊഴിൽ സംബന്ധമായ സംസിദ്ധിർ പരിപൂർണത പരമദിവ്യോത്തമ പുരുഷൻ തോഷണം പ്രീതിപ്പെടുത്തുന്നു. വിവർത്തനം. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ജീവിത വ്യവസ്ഥയെ അല്ലെങ്കിൽ ആശ്രമ വ്യവസ്ഥയും വർണ്ണ വ്യവസ്ഥയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട സ്വധർമ്മ കർമ്മ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ തൊഴിൽ സംബന്ധമായ പ്രവർത്തനങ്ങൾ നിർവഹണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുക എന്ന വിശിഷ്ടമായ പരിപൂർണത ഒരാൾക്ക് പ്രാപ്തമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി, അതിൻ്റെ ഭാവാർത്ഥം. ഭാവാർത്ഥം. ജയശീല പ്രഭാത് ജയ്. ലോകത്തിലെ സർവമാന മാനവ സമൂഹവും ചതുർവർണ്ണങ്ങളിലും ചതുരാശ്രമങ്ങളിലുമായി വിഭജിച്ചിരിക്കുന്നു. വർണ്ണം ദീക്ഷണശക്തർ, രണാസക്തർ, വ്യവസായികൾ, തൊഴിലാളികൾ എന്നിങ്ങനെ 4 വർണ്ണങ്ങൾ ചാതുർവർണ്ണത്തിൽ ഉൾപ്പെടുന്നു. ജനന അടിസ്ഥാനത്തിലല്ല, മറിച്ച് കർമ്മ അടിസ്ഥാനത്തിലാണ് ഈ വർണ്ണങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അനന്തരം ചതുർ ആശ്രമ വ്യവസ്ഥകളുണ്ട്. അവ വിദ്യാർത്ഥി ജീവിതം, ഗൃഹസ്ഥ ജീവിതം, സന്യാസ ജീവിതം, ഭക്തിയുത ജീവിതം എന്നിങ്ങനെ 4 ആശ്രമങ്ങളാകുന്നു. മാനവ സമുദായത്തിന്റെ പരമസമ്പൂർണതയ്ക്കായി അത്തരം ജീവിത വ്യവസ്ഥകൾ നിശ്ചയമായും അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം യാതൊരു സാമൂഹ്യ വ്യവസ്ഥയും ആരോഗ്യകരമായ രീതിയിൽ വികാസം പ്രാപിക്കുകയില്ല. മുകളിൽ പ്രസ്താവിച്ച എല്ലാ വിഭാഗം ജീവിത വ്യവസ്ഥകളുടെയും ലക്ഷ്യം നിശ്ചയമായും പരമദിവ്യോത്തമ പുരുഷന്റെ പരമാധികാരത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം. മാനവ സമുദായത്തിന്റെ ഈ സ്ഥാപിത കൃത്യമാണ് സംസ്കാര സമ്പന്ന ജീവിതത്തിന് തികച്ചും സ്വാഭാവികവും സുപരിചിതവുമായ വർണ്ണാശ്രമ ധർമ്മമെന്ന് അറിയപ്പെടുന്നത്. പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഒരാളെ സഹായിക്കുന്നതിനായിട്ടാണ് വർണ്ണാശ്രമ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് മറ്റൊന്നിലേക്കുള്ള കൃത്രിമ അതീശാധികാരത്തിനല്ലിത്. മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഇന്ദ്രിയ പ്രീതിയിൽ അഥവാ ഇന്ദ്രിയ ഇച്ഛാനിവൃത്തിയിൽ അത്യധികം അഭിനിവേശം ഉണ്ടാകുമ്പോൾ ജീവിത ലക്ഷ്യം, അതായത് നിരപേക്ഷ സത്യസാക്ഷാത്കാരം പരാജയപ്പെടുന്നു അഥവാ പരമസത്യ സാക്ഷാത്കാരം നഷ്ടപ്പെടുന്നു. വർണ്ണാശ്രമ സ്ഥാപനത്തെ സ്വാർത്ഥമായ മനുഷ്യർ ദുർബല വിഭാഗത്തെയും ചൂഷണം ചെയ്യുവാനായി ഉപയോഗിക്കുന്നു. കലിയുഗത്തിൽ കൃത്രിമ പ്രാധാന്യം നിലവിൽ പ്രചാരത്തിലുണ്ട്. എന്നാൽ വിവേകികൾ വർണ്ണ വ്യവസ്ഥകളിലും ആശ്രമ വ്യവസ്ഥകളിലും സ്നിഗ്ധമായ സാമൂഹ്യ സംസർഗത്തിനും ഉന്നത ആത്മസാക്ഷാത്കാരത്തിനും ചിന്തനത്തിനും ഉദ്ദേശിച്ചുള്ളവയാണെന്നും അല്ലാതെ മറ്റൊരു ഉദ്ദേശവും അതിനില്ലെന്നും നല്ലവണ്ണം മനസ്സിലാക്കുന്നു. ഈ ഭാഗവത പ്രസ്താവനയിൽ ജീവിതത്തിന്റെ നിയാമകമായ ലക്ഷ്യം അഥവാ വർണ്ണാശ്രമ വ്യവസ്ഥാപിതങ്ങളുടെ ആത്യന്തികമായ പരിപൂർണത പരമദിവ്യോത്തമ പുരുഷന്റെ സംതൃപ്തിക്കായി സന്ധിതമായ സംയുക്ത പ്രവർത്തനമാണ് ഉത്ബോധിപ്പിക്കുന്നത്. ഭഗവത്ഗീത 4:13 ഇത് സുവ്യക്തമാക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പം നമ്മള് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വിവർത്തനത്തിലേക്ക് നമുക്ക് എടുത്തു നോക്കാം. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ജീവിത വ്യവസ്ഥയും അല്ലെങ്കിൽ ആശ്രമ വ്യവസ്ഥയും. അപ്പം ജീവിത വ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആശ്രമ വ്യവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ല ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ആ ആശ്രമങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ
വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട സ്വധർമ്മ കർമ്മ നിർവഹണത്തിലൂടെ പരമദിവ്യതമുഷനെ പ്രീതിപ്പെടുത്തുക എന്ന വിശിഷ്ടമായ പരിപൂർണതയ്ക്ക് ഒരാൾ പ്രാപ്തമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയണേ. കൃഷ്ണകുമാരി മാതാജി 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വർണ്ണങ്ങൾ ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ. അല്ല, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഓക്കെ. ക്ഷത്രിയർ മറന്നു. രാധാ മാതാജി, ഹരികൃഷ്ണ മാതാജി 4 ആശ്രമങ്ങളെന്ന് പറയാമോ? ബ്രഹ്മചര്യം, ആ വാ- ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം, ഗർഭസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അപ്പം ഈ 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ? ഇത് ശരിക്കും നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ആശ്രമത്തിനൊക്കെ ഓരോ ചടങ്ങുകളുണ്ട് അല്ലേ? ഓരോ പ്രത്യേക റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. ഈ പറയുന്ന അതിൻ്റെ കാലാവധിയുണ്ട്, കാലത്തിനെ ബാധിക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ ബാധിക്കുന്നുണ്ട്, അവിടെ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആശ്രമത്തിലും അല്ലെങ്കിൽ ഓരോ വർണ്ണത്തിൽ നിന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഈ 4 വർണ്ണങ്ങളുടെയും കർത്തവ്യങ്ങൾ നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം അല്ലേ? ബ്രാഹ്മണർക്ക് എന്താണ് കർത്തവ്യം? ബ്രാഹ്മണർക്ക് വേദപഠനം അറിവ് ഭഗവത് പകർന്നു കൊടുക്കുക. മറ്റുള്ളവർക്ക് വേദാധ്യയനം, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് അല്ലേ? അതെ, അപ്പം അതെ. അതുകൊണ്ട് ഈ ആദിവിരാട് പുരുഷനായ ഭഗവാന്റെ തലയുടെ ഭാഗത്താണ് ബ്രാഹ്മണരുടെ സ്ഥാനം. പിന്നെ അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത്? ക്ഷത്രിയര്. ക്ഷത്രിയർ എന്താണ്? സംരക്ഷിക്കുക എല്ലാവരെയും, രാജ്യത്തിനെ എല്ലാത്തിനെയും രാജ്യരക്ഷ. സംരക്ഷിക്കുക. പിന്നെ എന്താണ്? പ്രധാനമായിട്ട് രാജ്യരക്ഷയാണ് അല്ലേ? പിന്നെ അതെ. അനീതിക്കെതിരെ പോരാടുന്ന ആ ഒരു രാജ്യരക്ഷ അല്ലെങ്കിൽ ധർമ്മപരിപാലനമാണ് ഈ ക്ഷത്രിയരുടെ ജോലി. അതെ. മറ്റെല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക ശത്രുക്കളിൽ നിന്നും ഒക്കെ. അതെ. അപ്പോൾ അവര് എന്താണ്? അപ്പൊ ആദ്യം പറഞ്ഞ ബ്രാഹ്മണർ ഏത് ഗുണമായിരുന്നു? സത്വഗുണം. സത്വഗുണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ പറയുന്ന ക്ഷത്രിയര് ഭഗവാന്റെ ഏത് ഭാഗമാണ്? രജോ ഭഗവാന്റെ ഗുണം. കൈകാലുകളാണ് അല്ലേ? കൈകാല് കർമ്മേന്ദ്രിയങ്ങളാണ്, കൈകാലുകളാണ്. അപ്പോൾ അവർക്ക് ഏത് ഗുണമാണ്? രജോ ഗുണമാണ് ക്ഷത്രിയർക്ക്. അതെ. ഇനി മൂന്നാമത് പറയുന്നത് ആരാണ്? വൈശ്യർ. വൈശ്യര് അവരുടെ ജോലി എന്താണ്? അവരെ ഗോരക്ഷ, വാണിജ്യം. ഗോരക്ഷ, വാണിജ്യം, മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യുക, അതുപോലെ പശുവിനെ വളർത്തുക, പശുവിൽ നിന്നുള്ള സമ്പത്ത് ഇതെല്ലായിടത്തും കച്ചവടം നടത്തുക, എല്ലാവർക്കും ആവശ്യമുള്ള പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം എത്തിക്കുക. എന്നിട്ട് ബാങ്കേഴ്സ് ആണ് വൈശ്യർ അല്ലേ? അപ്പൊ ഇതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും. മറ്റു ക്ഷത്രിയർക്ക്, ബ്രാഹ്മണരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബ്രാഹ്മണർ എന്താണ്? ബ്രാഹ്മണർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലേ? നമ്മൾ ഈ കലിയുഗത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാ വിഭാഗക്കാരേക്കും പറഞ്ഞു കൊടുക്കണം. അതാണ്. ഇതുപോലെ തന്നെ വേതനം മേടിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവര് അത് ഫ്രീ ആയിട്ട് ഈ അറിവ് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ക്ഷത്രിയരുടെ കടമ എല്ലാ വിഭാഗക്കാരെയും, അല്ലെങ്കിൽ ഇതാണെന്നൊന്നും പറഞ്ഞ് പോരാ. ഇപ്പൊ കലിയുഗത്തിൽ വന്നപ്പോഴാണ് ജാതിയായി മാറിയത് ഈ 4 വർണ്ണങ്ങൾ. പിന്നെ അടുത്തത് അപ്പം നമ്മൾ വൈശ്യരുടെ സ്ഥാനം ഭഗവാന്റെ എവിടെയാണ്? മനസ്സിലാണ്. കയ്യും കാലും ഒക്കെ പറഞ്ഞു. കയ്യും കാലും തലയും അവർ ചെയ്യുന്ന പ്രവൃത്തി നോക്കിയാൽ തന്നെ അറിയാം എവിടാണെന്ന് മാതാജി. വാണിജ്യം നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന എന്തിനാണ്? എന്തേലും കൈകൊണ്ട്. അല്ലെ? എന്തേലും ആ, പോകും ഭക്ഷണം. ഉള്ളിലേക്ക്. അതെ. ഭഗവാന്റെ ഉദരം മുഖം. ഉദരം ഉദരം വയർ. ഉദരാണ് സ്ഥാനം വൈശ്യര്. അപ്പൊ വൈശ്യര് ഏതൊക്കെ ഗുണത്തിന് ഇതാണ്? വൈശ്യര് രജസ് തമോ രണ്ടും രണ്ടും കൂടെയാണ്. മിശ്രമായിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ ശൂദ്രരുടെ വിഭാഗത്തിലേക്ക് പോവാണ്. ശൂദ്രര് എന്താണ്?
എല്ലാ അത് വിഭാഗക്കാരെയും സേവ സേവ ചെയ്യുന്നു. സെർവ് അതെ. ചെയ്യുക എന്നുള്ളതാണ് ശൂദ്രരുടെ കടമ. അവർ പൂർണ്ണമായും തമോ ഗുണത്തിൽ ഉള്ളവരാണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്ഥാനം എവിടെയാണ്? ഭഗവാന്റെ പാദങ്ങളിലാണ് അവരുടെ സ്ഥാനം. അതെ. കലിയുഗത്തിൽ നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേതനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളെല്ലാം ശൂദ്രരായിട്ടാണ് കാണുന്നത്, നമ്മളെ എല്ലാവരെയും. പക്ഷെ കലിയുഗത്തിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ശൂദ്രർക്ക് ബ്രാഹ്മണനാകാം. ഇപ്പം നമ്മൾ കാണാറുണ്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ തന്നെ പല ഈ ഗുരുപ്രഭു നമ്മുടെ ക്ലാസ്സിലും അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ല. നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മണ ബന്ധു അല്ലെങ്കിൽ ബ്രാഹ്മണ ജാതിയിലല്ല വന്ന് പിറന്നത്. പക്ഷെ അദ്ദേഹം കർമ്മം കൊണ്ട് ബ്രാഹ്മണിക്ക് എടുത്തു പൂണൂലൊക്കെ ഇട്ടിട്ടുണ്ട്. 108 ഗായത്രി ഡെയിലി ജപിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താണ് കർമ്മം കൊണ്ട് ബ്രാഹ്മണിക്കായി. അപ്പം നമ്മൾ ശൂദ്രൻ അദ്ദേഹം ഇവിടെ 35 വർഷത്തോളം മൊത്തം ഉണ്ടായിരുന്നു ഇവിടെ അല്ലെ. 35 വർഷത്തോളം ജോലി ചെയ്ത ആളാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പം അദ്ദേഹം കർമ്മം ചെയ്തു. അപ്പം എന്താണ് നമ്മൾ ഈ ശൂദ്രരാണ് അല്ലേ. ശരിക്കും വേതനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ആ ശൂദ്രനാണ് ഒരു സേവ ചെയ്തു, ഒരു യജമാനു വേണ്ടിയിട്ട് ജോലി ചെയ്തു അല്ലേ. ഒരു യജമാനുണ്ടല്ലോ, ഒരു ബോസ് ഉണ്ടല്ലോ, ആ ബോസിന് വേണ്ടി ജോലി ചെയ്തു. അതായത് നമ്മൾ വേതനം ആഗ്രഹിച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് അല്ലേ. വേതനം കുറഞ്ഞാൽ നമ്മൾ ഉടനെ ജോലി വിട്ടിട്ട് പോകും. അപ്പം അതുകൊണ്ട് ശൂദ്രർ എന്നുള്ള വിഭാഗത്തിൽ വന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ആ ശൂദ്ര വിഭാഗത്തിൽ നിന്നിട്ട് അദ്ദേഹം ബ്രാഹ്മണനായി മാറി. അതെങ്ങനെ? നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ ശരിയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്കും എന്താണ് അതാണ് മതാചാര പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പലപ്പോഴും ശ്രീല പ്രഭുപാദര് പറഞ്ഞു. മതാചാരപ്രകാരം ഇതാണ് മതാചാരം. അതുപോലെ തന്നെ 4 ആശ്രമങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിലോ, 4 ആശ്രമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ അവർ മോക്ഷത്തിന് അർഹരാണ്. പക്ഷെ വളരെ സ്ലോ പ്രോസസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ 100 നിലയുടെ മേളിൽ കയറാനായിട്ട് പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എലിവേറ്ററിൽ പോകുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് കയറിയാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസമായിട്ട് ശ്രീല പ്രഭുപാദര് പറയുന്നത്. 101 നിലയുടെ 100ാമത്തെ നിലയിൽ നമ്മൾ ചെല്ലുന്നത്, മറ്റവർ പോകുന്നത് ഈ പറയുന്ന മതാചാര പ്രകാരങ്ങളിൽ പോകുന്നവർ പടി കയറിയാണ് പോകുന്നത്. നമ്മൾ നേരെ എലിവേറ്ററിലാണ് പോകുന്നത് അല്ലെ. അതാണ് വ്യത്യാസമായിട്ട് പറയുന്നത്. അപ്പം ഇന്ന് ഈ 4 ആശ്രമങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഒരു 25 വയസ്സ് ഏകദേശം വരെ ബ്രഹ്മചര്യം. അതിലാണ് കംപ്ലീറ്റ് പഠനം എല്ലാം പഠിച്ച് ഒരു ഗുരുവിനെ എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? പിതാവ് ഇതിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ പിതാവ് എന്ത് ചെയ്യും? ഒരു പങ്കാളിയെ കണ്ടെത്തും. എന്നിട്ട് ആ പങ്കാളിയുടെ അടുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ ആ പങ്കാളിയെ സേവ ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സേവ ചെയ്യുക. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ സേവ ചെയ്യുക. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ചെയ്യുക. അങ്ങനെ കുട്ടികളെ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്ന് അവരൊരു പ്രത്യേക ഒരു ഇതിലെത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ എന്തായി? നമ്മളിപ്പോഴും പലതവണ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇക്കാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 51ാമത്തെ വയസ്സാണ് ഹിന്ദിയിൽ പറയുമ്പോൾ അല്ലേ. വൻ എന്ന് പറഞ്ഞാൽ വനവാസം, വാനപ്രസ്ഥമായി. 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വാനപ്രസ്ഥം. അത് കഴിഞ്ഞ് പിന്നെ അത് അടുത്തെന്താണ്? സന്യാസം. പിന്നെ അടുത്തത് സന്യാസം. സന്യാസം. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65-70 വയസ്സ് കഴിയുമ്പോഴത്തേനും സന്യാസം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഇപ്രാവശ്യം നമ്മൾ കലിയുഗത്തിലുള്ളവർ സന്യസിക്കാനായിട്ട് അർഹരാണോ? നമുക്ക് അത് പറഞ്ഞിട്ടില്ല. കലിയുഗത്തിൽ സന്യാസം പറഞ്ഞിട്ടില്ല. നമുക്ക് ഗൃഹസ്ഥ സന്യാസം തന്നെ ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വനത്തിൽ നിന്നും പോയി സന്യസിക്കാനോ എല്ലാം ഉപേക്ഷിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മളിപ്പോൾ ശ്രീനിവാസൻ ചിന്താവിഷ്ടയ ശ്യാമളയിൽ സന്യസിച്ച പോലെ ഇരിക്കും നമ്മളുടെ അവസ്ഥ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെ ഇപ്പം വേൾഡ് ഹോളി വീക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചാൻറ്റ് ചെയ്ത് പെർഫെക്ഷനായി നാമരുചിയൊക്കെ കണ്ടെത്തി നാമരുചിയൊക്കെ എടുത്ത് നമ്മൾ ഇതിൽ തന്നെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്താൽ തന്നെ ഇടയ്ക്ക് നമ്മൾ വീണ് വന്നു. കാര്യം നമ്മൾ അത്ര പ്യുവർ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇവിടെ പറഞ്ഞ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുക എന്ന ഒരേ ഒരു ഉദ്ദേശമായിരിക്കണം നമ്മളുടേത്.
അപ്പൊ അങ്ങനെ തന്നെ ഒരാൾക്ക് പരിപൂർണത കൈവരിക്കാനായിട്ട് സാധിക്കും. കാര്യം പൂർണ്ണനായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ. അല്ലെ, നമുക്കൊക്കെ ന്യൂനതകളാണ്, നമുക്കൊക്കെ എപ്പോഴും വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുക. വീഴ്ച പറ്റാത്ത ഒരാളാണ് അച്യുതൻ. അല്ലേ, അച്യുതൻ ഒരിക്കലും ചുതിയോ വീഴ്ചയോ സംഭവിക്കാത്ത ആളാണ്. ഞാനൊരു കുഴിക്കകത്ത് കിടന്നിട്ട് ജ്ഞാനാംബിക മാതാജി കുഴിക്കകത്ത് ജ്ഞാനാംബിക മാതാജി കിടപ്പുണ്ട്, എനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റുമോ? ഇല്ല. ഇല്ല. കരയ്ക്ക് നിൽക്കുന്നവർ ഇപ്പം മധുപ്രഭു പോകുന്നുണ്ട്, ഹരകൃഷ്ണ മധുപ്രഭു. മധുപ്രഭു കരയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മധുപ്രഭുവിനെ പിടിച്ചു കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ കരയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് അച്യുതൻ. അല്ലേ, അച്യുതൻ. അതെ. അപ്പൊ നമ്മൾ താഴെ വീണ് പതിച്ചിരിക്കുന്ന ആളാണ്, അല്ലേ, ചുതി സംഭവിച്ചിരിക്കുന്ന ആളാണ് നമുക്ക്. അല്ലേ, അപ്പൊ നമുക്ക് എന്താണ് ഉയർച്ച വരണമെങ്കിൽ നമ്മൾ ആ പൂർണ്ണത എന്താണെന്ന് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി പൂർണ്ണമുദച്ഛിതേ പൂർണ്ണസ്യ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണമേവാവശിഷ്യതേ. ആ സർവസമ്പൂർണനായ, ആ സച്ചിദാനന്ദ വിഗ്രഹനായ പരമദിവ്യോത്തം പുരുഷനായ ആ ഭഗവാനെ പറ്റി നമ്മൾ മനസ്സിലാക്കി ആ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ പറയുന്ന ഈ പ്രോസസ്സുകളോ അങ്ങനെ ഈ മതാചാര പ്രകാരമായിട്ടുള്ള ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എലിവേറ്ററിലാണ് നമ്മളുടെ യാത്ര, പടി കയറി പോകേണ്ട ആവശ്യമില്ല. ഇത് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നവർ വളരെ ചുരുക്കമാണ്, അംഗീകരിക്കുന്നവരില്ല. 100 ചോദ്യങ്ങൾ കാണും. അപ്പം അത് അങ്ങനെ, അപ്പം ഇത് തന്നെ ഈ ഒരു ഇതിലേക്ക് വന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ എന്താണ് ഏതോ അജ്ഞാത സുഹൃതി എന്നൊക്കെ പറയും. അല്ലേ, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലോ എവിടെയെങ്കിലും നമ്മൾ വൃന്ദാവനത്തിലോ അവിടെ എവിടെയെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു പുഴുവായിട്ടോ അല്ലെങ്കിൽ പുല്ലായിട്ടോ എങ്ങാനും ഉണ്ടായിരുന്നിരിക്കാം, ദ്വാപരയുഗത്തിലെങ്ങാനും. അപ്പൊ ഏതോ വൈഷ്ണവരോ രൂപഗോസ്വാമിയോ അങ്ങനെ അവരാരെങ്കിലുമൊക്കെ പോയ അവിടെ ചവിട്ടി, അവരുടെ പാദങ്ങൾ ചവിട്ടി അല്ലെങ്കിൽ ഗോപികമാര് ചവിട്ടി എങ്ങാനും ആ ഉള്ള കൃപ കൊണ്ട് നമുക്കിങ്ങനെ ഒരു സത്സംഗത്തിൽ വന്നു പെടാനും നമുക്കിങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ തന്നെ സാധിച്ചു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് നമ്മൾ ഒരിക്കലും വരത്തില്ല. കാര്യം ഭൗതികതയുള്ള എത്രയോ പേരോട് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നു, ആരെങ്കിലും സമ്മതിക്കുമോ? ഇതൊക്കെ നീ കുറച്ച് ഓവറാണ്, ഇതിനൊന്നും ആവശ്യമില്ല, എന്തിനാണ് നിനക്ക് പോകുന്നത്, സമയമില്ലേ, നിനക്ക് എപ്പോഴും സമയമില്ല, തിരക്കാണല്ലോ, എന്തിനാണ് ഈ തിരക്ക്, നീ എന്തിനാണ് ഇത്രയും ക്ലാസ് എടുക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇതിന് പോകുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അമ്പലത്തിൽ പോവുക, വഴിപാടിലിരിക്കുക, വിളക്കെത്തിക്കുക, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുക, ഇത്രയും പോരെ. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളവരടക്കം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കലിയുഗം പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് വരുന്നതോറും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ജന്മത്തിലെ തന്നെ ഉദരത്തിൽ വെച്ചിട്ട് തന്നെ കുട്ടികളെ കൃഷ്ണാബോധസ്ഥരാക്കണം എന്ന് പറയുന്നത്. മുന്നോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അതുകൊണ്ട് ഉദരത്തിൽ വെച്ചിട്ട് തന്നെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കുക, എന്നാലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ശബ്ദം എന്നെ അനുവദിക്കുന്നില്ല കൂടുതൽ പറയുന്നതിനകത്ത്. ഒരുപാട് ഭാവാർത്ഥം മാതാജി വായിച്ചിരുന്നു, ഒരുപാട് പറയാനുണ്ട്. അത് പറയാനായിട്ട് നന്നായിട്ട് പറയൂ. കാലം ഇപ്പൊ തന്നെ ഒച്ച അനുവദിക്കില്ല. മാതിരിയാ, നിങ്ങൾ വായിച്ച് വന്നതിനെക്കാട്ടി ഒച്ച മനസ്സിലാക്കിയിട്ട് എന്നോടത് പറഞ്ഞു തരിക തൽക്കാലം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വേൾഡ് പോളിനിയം വീക്കിലെ മധുപ്രഭുവിൻ്റെ ചാൻഡിങ് സെഷൻ എല്ലാവരും കയറുക. രാവിലെ വൈകുന്നേരം പറ്റുവാണെങ്കിൽ പ്രഭു ആ ഗ്രൂപ്പ് ഓൺ ആക്കുന്നുണ്ട്. ഓൾവേസ് ആ ലിങ്ക് ഓൺ ആയിരിക്കും. അപ്പം ആ ലിങ്കിൽ ചാൻഡിങ്ങിൽ കയറി ഇവിടെയുണ്ട്. ഞാൻ ചാൻഡിങ് ലിങ്ക് ഓൺ ആക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്ന ഗുരുപ്രഭു എന്ന് വരാഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഈ 7 ദിവസം അടുത്ത ചൊവ്വാഴ്ച വരെ എല്ലാവരും ഇത് വളരെ നന്നായിട്ട് ടേക്കപ്പ് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് നാമം ജപിക്കുക. എന്നിട്ട് എന്താണ് ചാൻഡ് ബി ഹാപ്പി. ഹരേ കൃഷ്ണ, ഹരി ബോൽ, സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. സംശയം ഇല്ല എങ്കിൽ മാതാജി, കൃഷ്ണമരി മാതാജി ഒരു പോയിന്റ് പറയും. മാതാജി കേൾക്കത്തില്ല. കൃഷ്ണകുമാരി മാതാജി കേൾക്കുന്നില്ല. അടുത്തത് ഞാൻ അമ്പിക മാതാജി ഒരു പോയിന്റ്.
ഉം. നമ്മള് പിന്നെ 3 തരം സാക്ഷാത്കാരമുണ്ട്. ഒന്ന് ബ്രഹ്മൻ സാക്ഷാത്കാരം, രണ്ടാമത് പരമാത്മ സാക്ഷാത്കാരം, മൂന്നാമത് ഭഗവാൻ സാക്ഷാത്കാരം. ഉം. അതിൽ ഭഗവാൻ സാക്ഷാത്കാരമാണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു വരണ്ട. മറ്റേതെല്ലാം ഏറ്റവും അതിന്റെ സമയം ടോപ്പ് മോസ്റ്റ് ആണ് കഴിയുമ്പോൾ ഭഗവാൻ സാക്ഷാത്കാരം, അതെ ഏറ്റവും ടോപ്പ് അതെ മോസ്റ്റ്. അത് ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നമ്മളെത്തും. അതും തിരിച്ചു വരണ്ട. പക്ഷെ ഇത് രണ്ടും നമുക്ക് തിരിച്ചു വരേണ്ടി വരും. ആ മുക്തിയുടെ അപ്പൊ പേരെന്തായിരുന്നു അതുകൊണ്ട് മാതാജി അതാണ് പറഞ്ഞ്? എന്തോ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്ന മുക്തിയുടെ പേരെന്താണ്? നമ്മൾ 3 തരത്തിലുള്ള മുക്തി പഠിച്ചു. സാലോക്യം മുക്തി, സാലോക്യമുക്തി, സാരൂപ്യം സാലോക്യമുക്തി. ആ, മുക്തി, സാലോക്യം. ആ ലോകത്ത് പോണ സാലോക്യം, ഹരേ കൃഷ്ണ. ലോകത്ത് പോണ സാലോക്യ മുക്തി കിട്ടും നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹരേ കൃഷ്ണ. ഓക്കെ. ശശികല മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാനെ 3 വിധത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാം. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അതിൽ ബ്രഹ്മത്തെ ആരാധിക്കുന്നവർക്ക് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിലാണ് അവർ ലയിക്കുന്നത്. ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ആ മുക്തിക്ക് പറയുന്നത് സായുജ്യ മുക്തി എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് പരമാത്മാവ്. ഭഗവാനെ പരമാത്മ രൂപത്തിൽ ആരാധിക്കുന്നവർ ചതുർഭുജ രൂപത്തിലാണ് അവര് ലയിക്കുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്നത് സാരൂപ്യമുക്തി. സാരൂപ്യമുക്തിയാണ് അവർക്ക് കിട്ടുന്നത്. അവർ ഏതെങ്കിലും വൈകുണ്ഠ ലോകത്തിലേക്കാണ് അവർക്ക് മുക്തി ലഭിക്കുന്നത്. മൂന്നാമത്തേത് ഭഗവാൻ സാക്ഷാത്കാരം. അതാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. അതിന്റെ ആ മുക്തിയുടെ പേര് സാലോക്യമുക്തി. അത് സൂര്യഗോളത്തിന്റെ ഒരു ഉപരിതലം പോലെയാണത്. ഉപരിതലം പോലെയാണ് ഭഗവാൻ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. അത് സാലോക്യമുക്തിയാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവിടെ ഭഗവാന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ജന്മമില്ല, നമുക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. അതെ, ഇതാണ് 3 തരം മനസ്സിലാക്കേണ്ടത് മുക്തികൾ. സൂര്യൻ എന്ന് പറഞ്ഞ ഒരു ഗോളം അല്ലേ? ആ ഗോളത്തിന്റെ ഉപരിതലവും ഗോളവും രശ്മിയും എല്ലാം എന്താണ്? സൂര്യൻ തന്നെയല്ലേ? സൂര്യനിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഭഗവാനിൽ നിന്ന് തന്നെയാണ് പരമാത്മാവ് വന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രകാശമായ ബ്രഹ്മജ്യോതി വന്നതും. ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താ ഉള്ളത് അല്ലേ? സൂര്യ ഗോളം, ഉപരിതലം, അതുപോലെ തന്നെ എന്താണ്? സൂര്യരശ്മി. സൂര്യരശ്മികൾ ഇത് വിഭിന്നങ്ങളാണോ? അല്ല. സൂര്യഗോളം ഉള്ളത് കൊണ്ടാണ് സൂര്യരശ്മി ഉള്ളത് അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഭഗവാന്റെ ബ്രഹ്മജ്യോതി ഉള്ളതും ഭഗവാന്റെ എക്സ്പാൻഷനായ പരമാത്മാവായ ക്ഷീരോദശകായ വിഷ്ണു ഉള്ളതും അല്ലേ? ഹരേ കൃഷ്ണ. രാധാമാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. രാധാമാതാജി ഇല്ല. മാതാജി കേൾക്കത്തില്ല. മാതാജി ആയിക്കോണാണ്. എല്ലാ ആളുകളെയും 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളുമായി തരം തിരിച്ചിരിക്കുന്നു. അത് ജനന അടിസ്ഥാനത്തിലല്ല, നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും എന്താണ് ഈ പറയുന്ന വർണ്ണങ്ങൾ അല്ലേ? ഏതൊരു ശൂദ്രനാണെങ്കിൽ പോലും ബ്രാഹ്മണനാകാനായിട്ട് സാധിക്കും പ്രവൃത്തികൾ കൊണ്ട് അല്ലേ? കലിയുഗത്തില് എല്ലാവരും ആ വർണ്ണങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞ ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ജാതിവ്യവസ്ഥയാക്കി മാറ്റപ്പെട്ടു കലിയുഗത്തിൽ. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ശരിക്കും എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഭഗവത്ഗീത വേദങ്ങളിലൊക്കെ സങ്കരങ്ങൾ ഭഗവാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ഭഗവാനെ ആൾക്കാർ നിരൂപിക്കുന്നുണ്ട് ഭഗവാനാണ് ജാതിവ്യവസ്ഥ കൊണ്ടുവന്നതെന്ന്. പക്ഷെ അത് ശരിക്കും നമ്മളെ പോലെ മനസ്സിലാക്കുന്ന നമ്മളുടെ പഠിതാക്കൾ അല്ലെങ്കിൽ ജ്ഞാനമായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അതിൽ ഒരു സംശയം പറയില്ല അല്ലേ? ഹരി കൃഷ്ണ. പഞ്ചകൃപച്ച കൃപാസന്ധ ഭവിച്ച പ്രധാന പാവനേഷു വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തപുരി വൈഷ്ണവന്തിക്ക് ജയ, അനന്തപുരി ആചാര്യവന്തിക്ക് ജയ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ കാലം എന്നുള്ളത് എന്താ?